ജപ്തി പോയി, ആധാരം കരിച്ചു വന്നു. രണ്ടാമത് ക്യാൻസർ വന്നു. രക്തക്കൊഴലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ആ ക്യാൻസർ. സീരിയസ് കാര്യമോ? You stand beside me and wait. I sing hallelujah. I bring my burden again to my Father and my friend. I sing hallelujah. ഈ സിസ്റ്റർക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം, കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിലെ മെയ് മാസം പബ്ലിക് മീറ്റിങ്ങിലെ ഈ സിസ്റ്റർ മകനായിട്ട് സാക്ഷ്യം പറയാൻ കയറി വന്നു ഇങ്ങോട്ട്. അപ്പോൾ ബ്രദറെ ഈ സിസ്റ്ററോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു തലവേദനയും മൈഗ്രെയിനും ഉണ്ട്, അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറിപ്പോവാൻ ദൈവം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ പറയുന്നത് അന്ന് തന്നെ ആ മൈഗ്രെയിൻ തലവേദന വിട്ടുപോയി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. സിസ്റ്റർ എത്ര നാളായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു? 2 വർഷമൊക്കെ ആയിട്ട് ഉണ്ട്. ഡോക്ടറെ തലവേദന വന്നാൽ ഡോക്ടറെ കാണിക്കും, മരുന്ന് കഴിക്കും, വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ അന്ന് തലവേദന വന്നാൽ മെഡിസിൻ എടുക്കണം, ഡോക്ടറെ കണ്ടാലേ അതിന് മാറ്റം ഉണ്ടാവത്തുള്ളൂ. ഇതുവരെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുവരെ എനിക്ക് തലവേദന കണ്ടിട്ടില്ല. എല്ലാ മാസവും തലവേദന വരും? മാസമല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും തലവേദന. ഈ സിസ്റ്ററുടെ പേര് ദേവയാനി, കുന്നംകുളത്തുനിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർക്ക് പറയാനുള്ളത് 2 മക്കളുടെയും ഒരു അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ്. സിസ്റ്ററുടെ ഇളയ മകള് PCOD ഉണ്ടായിരുന്നു. ആൾക്ക് പീരിയഡ്സ് റെഗുലർ അല്ല, ബ്ലീഡിങ് ഉണ്ടായിരുന്നു. മെയ് മാസത്തെ പബ്ലിക് മീറ്റിങ്ങിലെ ബ്രദറ് അങ്ങോട്ട് ദൂത് പറഞ്ഞതാണ്. അന്ന് തന്നെ ബ്ലീഡിങ് നിന്ന് പോയി എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. എത്ര വയസ്സുള്ള മോളാ സിസ്റ്ററെ? 22 വയസ്സ്. 21 വയസ്സുള്ള മോളാണ്, അന്ന് സൗഖ്യമായി. സിസ്റ്റർ നമ്മുടെ ദുബൈയിലുള്ള മോളുടെ സാക്ഷിയാന്നാ പറയുന്നത്. അതെ അതെ. ഞാൻ അവളെ വിളിച്ചൊന്ന് വരട്ടുമൊക്കെ ചെയ്തു വന്നു. യഥാർത്ഥത്തില് അവൾക്ക് കുറെ അവിശ്വാസത്തിൽ അവള് വന്നിരുന്നത്. എന്നാൽ അവൾക്ക് കൊടുത്ത സൗഖ്യത്തിനൊന്ന് കൈയടിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. എനിക്ക് തോന്നുന്നു ഞാൻ അവളെ വിളിച്ച് കുറച്ചു നേരം അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു വന്നു. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. സിസ്റ്ററുടെ മൂത്ത മകൾക്ക് കുന്നംകുളത്ത് തന്നെ ഒരു ജോലി ലഭിക്കണമെന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ പബ്ലിക് മീറ്റിംഗിൽ വെച്ച് ബ്രദറിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. കുന്നംകുളത്ത് തന്നെ അവൾക്ക് ഈ മാസം 10-ാം തീയതി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യും. ജോലിയിൽ കയറി 11-ാം തീയതി തന്നെ ജോലിയിൽ കയറി. സിസ്റ്റർ, ഈ സിസ്റ്ററുടെ പേര് ശൈലജ എന്നാണ്. കുന്നംകുളത്ത് പെരുമ്പിലാവ് എന്ന സ്ഥലത്ത് നിന്നാണ് കടന്നു വരുന്നത്. ഈ സിസ്റ്റർക്ക് 1 വർഷമായിട്ട് ഹെർണിയയുടെ രോഗം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗ് വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായൊരു സൗഖ്യം നൽകി. 1 വർഷമായിട്ട് ഹെർണിയായിരുന്നു. 4 ഡോക്ടർ കാട്ടി ഓപ്പറേഷൻ ചെയ്യില്ല, എൻ്റെ ദൈവം മാറ്റി തരും. അമ്മ പറഞ്ഞത്, അമ്മയ്ക്ക് ഒത്തിരി പ്രയാസമുണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ല, കർത്താവിനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അമ്മ ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. യാതൊരു പ്രയാസവും ഗുളിക കഴിച്ചിട്ടില്ല, പിന്നെ കടച്ചിലൊക്കെ വരാണ്ടാവും. ഇപ്പൊ നീരിനുള്ള ഗുളിക കഴിക്കാറ്. എവിടെയായിരുന്നു അമ്മയ്ക്ക് അത് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു സോളി. എവിടെയായിരുന്നു അമ്മയ്ക്ക് അത് ഉണ്ടായിരുന്നത്? പുക്കിളിന്റെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ചെയ്യുന്നുണ്ട്, വേദനയൊന്നും ഇല്ല. അമ്മ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഒരു അലർജി ഉണ്ടായിരുന്നു. അത് വെള്ളം ഇറക്കാൻ പോലും പ്രയാസമായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചു, ആ സമയം തന്നെ ഇത് മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ. ഇത് സുജ എന്നാണ് സിസ്റ്ററുടെ പേര്. കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്. ഒരു കുന്നംകുളമാണ്. കുന്നംകുളം ചർച്ചിലാണ് കൂടുന്നത് അല്ലേ? ഓക്കെ. തൃശ്ശൂർ ചർച്ചിലാണ് കൂടുന്നത്. ഓക്കെ. സിസ്റ്ററിന്റെ വീട് ജപ്തിയുടെ വക്കിലായിരുന്നു. ജപ്തിയുടെ വക്കിലായിരുന്നു. വളരെ പ്രയാസത്തിലായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഓക്കെ. മാസം 13-ാം തീയതി ജീസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 14-ാം തീയതി അവര് ചർച്ചിൽ വന്നപ്പോൾ അവിടെയും പ്രാർത്ഥിച്ചു. 15-ാം തീയതി അവരുടെ ആധാരം തിരികെ ലഭിച്ചു എന്നാണ് പറയുന്നത്. ജപ്തി പോയി, ആധാരം കരിച്ചു വന്നു. നമ്മുടെ താടി എന്ത് വന്നില്ലല്ലേ? ഇതിന്റെ ഹസ്ബൻഡിനെ തലയിലെ താടി നാടിയെന്ന് അതിലായിരിക്കുന്നത് കേട്ടോ.
ഓട്ടെ, കർത്താവിന് വിടുതൽ കൊടുക്കുക, അതൊരു വലിയ കാര്യമാണ് കേട്ടോ, ഭയങ്കര കാര്യം. അതേ എന്നോട് പറഞ്ഞു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലെന്ന് എന്നോടൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. രാത്രി ദൈവം അത്ഭുതപരമായിട്ട് കാര്യം ചെയ്തു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ജപ്തിയിൽ നിന്നൊക്കെ വിടുവിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്, സന്തോഷമാണ് കാര്യം. ഒരു സാക്ഷ്യം കൂടി ഉണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്, പറഞ്ഞേട്ടെ. 3 വർഷം മുന്നേ നടന്ന സാക്ഷ്യമാണ്. 3 വർഷം മുമ്പ് നടന്ന ട്രിവാൻഡ്രം IJ ഹാളിൽ വെച്ച് നടന്നതാണ്. അവിടെ ബ്രദർ ചെവി വേദനയായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സിസ്റ്ററിന് അപ്പം തന്നെ സൗഖ്യമായി. ചെവിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു 3 കൊല്ലം മുമ്പ്. ചെവിയിൽ ഹോളായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതാ. സാധാ കുളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ 3 വർഷം മുമ്പ് ചേച്ചിക്ക് ചെവിക്ക് ഹോൾ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. അന്ന് AJ ഹാളിൽ വെച്ച് പ്രാർത്ഥിച്ചു, അന്ന് ചെവി സൗഖ്യമായി. 3 വർഷമായിട്ട് വണ്ടി കണ്ടീഷനാണ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഗുഡ് തിങ്. കർത്താവ് ചെയ്ത വലിയ കാര്യം. മുമ്പ് വീണ്ടും എനിക്ക് വേദന വന്നു. ഓക്കെ. അപ്പോൾ രാത്രിയായപ്പോ വേദന വന്നു. ഞാൻ പ്രാർത്ഥിച്ചു. വീണ്ടും ഒരു 3 മണിയായപ്പോ വീണ്ടും വേദന. ഞാൻ കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ എനിക്ക് നീ സൗഖ്യം തന്നതാ. ഇനി എനിക്ക് ആ വേദന വരാൻ പാടില്ല. ഇനി പിന്നെ വന്നില്ല. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് വിശ്വാസത്തെ പറഞ്ഞേട്ടെ. ഈ സിസ്റ്ററിന്റെ പേര് സുഭിക്ഷ. തൃശ്ശൂരിലുള്ള മറ്റം എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്നത്. മറ്റം എന്നുള്ള സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. മട്ടൻ അല്ലല്ലോ, മട്ടൻ. മറ്റം. ഈ സിസ്റ്ററും ഇവരുടെ ഹസ്ബൻഡും കൂടി 2022 ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. രണ്ടുപേരും മറിഞ്ഞു വീണു. സിസ്റ്റർ മറിഞ്ഞു വീഴുകയും തലയ്ക്ക് പരുക്കേൽക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഇവർ അതിനെ തുടർന്നിട്ട് ഇവർക്ക് വയലൻ്റ് ആവുകയും വെന്റിലേറ്ററിൽ കയറ്റണമെന്ന് വരെ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ലീഡറെ വിളിച്ച് പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞു. വെന്റിലേറ്ററിലും കയറ്റേണ്ടി വന്നില്ല, പൂർണ്ണ സൗഖ്യം കർത്താവ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് തലയിൽ ആക്സിഡന്റിനുള്ള പ്രയാസം ഉണ്ടായിരുന്നു, വയലന്റ് ആവുമായിരുന്നു. തലച്ചോറ് ഇളകിയിട്ട് ഫിക്സ് വന്നു. ഓ എന്റെ യേശു, കൊച്ചു കാര്യമല്ല, തലച്ചോറ് ഇളകി ഫിക്സ് വന്നു. അവിടെയാണ് ഇപ്പൊ കർത്താവ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇത് ചെറിയ കാര്യമല്ല. ആക്സിഡന്റ് ആയി തലച്ചോറ് ഇളകി, അതിനുശേഷം ഫിക്സ് വരുമായിരുന്നു. എന്നാൽ അതിൽ നിന്നാണ് ദൈവം വിടുവിച്ചു എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു വെരി മച്ച് സിസ്റ്റർ. സന്തോഷമായിട്ട് പോയട്ടെ. എളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ബ്രദറിന്റെ പേര് മണി, സിസ്റ്ററിന്റെ പേര് മഞ്ജു. ഇവർക്ക് അത്ഭുതകരമായ ഒരു സാക്ഷിയാണ് പറയാനുള്ളത്. ഇവരെ വീട്ടിലൊരു നായയെ വളർത്തിയിരുന്നു. പക്ഷേ തൊട്ട വീട്ടിലത്തെ കുട്ടി ഇവരുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും കളിക്കാൻ വരുമായിരുന്നു. ഒരു ദിവസം നായ ഈ കുഞ്ഞിനെ പിടിച്ച് കടിച്ചു കവിളത്ത്. പക്ഷെ ആ കവിളത്ത് പിടിവിടാതെ ആയപ്പോ മഞ്ജു സിസ്റ്ററുടെ ആ നായയുടെ താടിയുടെ 2 ഭാഗം, താഴ്ഭാഗവും മോൾഭാഗവും കൈയിട്ട് തുറന്ന് ആ നായയുടെ ആ പിടിയിൽ നിന്നും ആ കുഞ്ഞിനെ രക്ഷിച്ചു. എന്റെ യേശു, എന്ത് കേൾക്കണം? മഞ്ജു കവിളി കയറി പട്ടി കടിച്ചു, വിടത്തില്ല. കടിച്ചു അവളെ. 3 വയസ്സുള്ള മോൾക്ക്. എനിക്ക് ആലോചിക്കാൻ വയ്യ കർത്താവേ എന്ന് വിളിച്ച് എനിക്ക് എന്ത് സംഭവിച്ചില്ല, ആ കുഞ്ഞിനൊന്നും പറ്റരുതേ എന്ന് കരുതി ബ്രദറെ ഞാൻ ആ കുഞ്ഞിനെ നായനെ വായ അവനെ പൊളിച്ചു പിടിച്ചു. അപ്പോഴേക്കും അമ്മയുടെ അനിയത്തി വന്ന് കുഞ്ഞിനെ എടുക്കുക തന്നെയല്ല, മേമയ്ക്കും കടി കിട്ടി. രണ്ടുപേരും കിട്ടി. അവർക്ക് രണ്ടുപേരും. അവളെ വളർത്തുമ്പോ കടിക്കുന്ന പട്ടീനെ വളർത്തണ്ടേ, പക്ഷെ കൊച്ചിനെ കടിക്കാൻ വിടാൻ പാടില്ലെന്ന് മാത്രം. പക്ഷെ ആ പട്ടിക്ക് നായ്ക്ക് വിഷം ഉള്ള വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല. ആ കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറിൽ 5 ദിവസം കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ആക്കി. ഡോക്ടർ പറഞ്ഞു നായയെ ശ്രദ്ധിക്കണം, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നായയെ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന്റെ നടുവിൽ നിന്നാണ് ഇവർ കാര്യം കരുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എഴുന്നേറ്റ് കൈയടി കൊടുത്ത കർത്താവിനെ. കുറച്ച് കാര്യമല്ല കേട്ടോ. വിഷം പേപ്പട്ടിയുടെ വായിൽ നിന്ന് കൊച്ചിനെ വാ പുളർന്നെടുത്തു. ചിന്തിക്കാൻ വയ്യ. പക്ഷെ ഇവരുടെ അമ്മയ്ക്കും അമ്മയുടെ അനിയത്തിക്കും നായിൽ നിന്നും കടി കൊള്ളുകയും അവരെ ഹോസ്പിറ്റലിലാക്കി അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇവർക്ക് ഒരു പോറിലും പേൽക്കാതെ ദൈവം എനിക്കത് മനസ്സിലാവുന്ന കാര്യമല്ല, പക്ഷെ ഭയങ്കര കാര്യമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അനർത്ഥമില്ലാതെ വീടിനെ കരുതിയല്ലോ, കർത്താവ് അനർത്ഥമില്ലാതെ കരുതിയല്ലോ. സന്തോഷമായിട്ട് പോയാട്ടെ. സന്തോഷമായിട്ട്. ബ്രദറെ, അപ്പ മോളെന്താ പറയണെന്നറിയോ? അവള് അലമാരിയുടെ ക്ലാസ്സിൽ പോയി നോക്കിട്ട് പറയും ഇവിടെ പാടുണ്ട്, അവള് മോള് പ്ലാസ്റ്റർ സർജറി ചെയ്തിരിക്കുക. അപ്പൊ അവള് പറയും കുട്ട് കടിച്ചിട്ട് എന്റെ മുഖത്തിന്റെ ഭംഗി കളഞ്ഞു എന്നാണ് പാളുടെ സങ്കടം. ഭംഗിയൊന്നും വരാതെ കുറവില്ലാതിരിക്കട്ടെ. കൊച്ചാണ് ബ്രദറെ. നാട്ടുകാരെ ഈ വിഷയത്തെ ചൊല്ലി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാണ് മോള്. വലിയ കുഴപ്പമൊന്നുമില്ല, മിടിക്കേട്ടിരിക്കുവോ? 1ാം ക്ലാസ്സിൽ പഠിക്കണം ഇപ്പൊ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. യേശു ചെയ്ത പക്ഷെ നാട്ടുകാരെ ഈ വിഷയത്തെ ചൊല്ലി ഇവർക്കെതിരെ ബഹളം വെക്കാൻ തുടങ്ങി.
പക്ഷേ ഈ കടി കൊണ്ട കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല എന്ന് പറഞ്ഞ് ഇവരെ അതിൽ നിന്നും പൂർണ്ണമായും രക്ഷിച്ചു. ആമേൻ. ആമേൻ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എൻ്റെ പേര് ശാലിനി എന്നാണ്, കൊട്ടേക്കാട് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ജൂൺ 12-ാം തീയതി നടന്ന ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് ഡെലിവറി ടൈമായിരുന്നു. അപ്പോൾ നോർമൽ ഡെലിവറി നടക്കില്ല, സിസേറിയൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ സിസ്റ്റർ വിളിച്ചു പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ മിറാക്കിൾസിൽ മെസ്സേജ് ഇട്ട് ബ്രദറായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പൊ തന്നെ നോർമൽ ഡെലിവറി ആയി എന്നാണ്. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ കൈകളൊന്ന് അടിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതാ ഞാൻ പുതുതൊന്നു ചെയ്യുന്നു, ഇപ്പോൾ ഉത്ഭവിച്ചിടുവേ. ഇതാ ഞാൻ പുതുതൊന്നു ചെയ്യുന്നു, ഇപ്പോൾ ഉത്ഭവിച്ചിടുവേ. ഓ പണ്ടുള്ളവേ ഓർക്കേണ്ട ഓർക്കേണ്ട നീ, പണ്ടുള്ളവയെ മുമ്പുള്ളവയെ ഓർക്കേണ്ട നീ. പറഞ്ഞേ ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് അമ്മിണി, തൃശ്ശൂരിലുള്ള പൂവൻചിറ എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്നു. പൂവൻചിറ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ പറഞ്ഞ് കളിയാക്കിയ സ്ഥലം. ഓക്കെ, പറഞ്ഞേട്ടെ. ഈ സിസ്റ്റർ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചേച്ചിക്ക് ഷുഗർ കൂടുകയും ചെയ്തു, സോഡിയം കുറയുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ ഹോസ്പിറ്റലിലായിരുന്നു, 5 ദിവസം ICUയിലായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റർ വിശ്വാസത്തോടുകൂടി ജിൻസൺ പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. ഷുഗർ ലെവൽ 600 ആയിരുന്നത് വളരെ നോർമലായി എന്നാണ് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സന്തോഷമായിട്ട് പോയട്ടെ. സന്തോഷമായിട്ട് അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഷുഗർ കൂടുതലുണ്ടായ അമ്മ എന്ത് ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ. സുമാരി സിസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാവേ. സന്തോഷത്തോടെ പോയാൽ. ബ്രദറിന്റെ പേര് ജോർജ്, ഒല്ലൂർ തൃശ്ശൂർ എന്ന സ്ഥലത്താണ് വരുന്നത്. ഇപ്പൊ തന്നെ 26 വർഷമായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. 26 കൊല്ലമായിട്ടുള്ള കേസായിരുന്നു. അത് പൈസ സംബന്ധമായുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമുള്ള കേസായിരുന്നു. അപ്പോൾ ഈ കേസ് കൊണ്ടുവന്ന വ്യക്തിയായിട്ട് അദ്ദേഹം കുറച്ച് ഇഷ്യൂ ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മാസം ജൂൺ 11-ാം തീയതി ഇവിടെ മീറ്റിംഗ് കടന്നു വന്നു. ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു, അത്ഭുതകരമായ വിടുതൽ നടന്നു. ആ കേസ് തള്ളി പോവാണ് ഉണ്ടായത്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതിന് വലിയ വിടുതലുണ്ടായി. സന്തോഷമായിട്ട് പോയട്ടെ. ഈ സിസ്റ്ററുടെ പേര് സരസ്വതി എന്നാണ്, നെന്മാറ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സരസ്വതി, നെന്മാറ. ഈ സിസ്റ്റർക്ക് പീരിയഡ്സ് ആകുമ്പോൾ വയറുവേദന ഉണ്ടായിരുന്നു. നമ്മുടെ മെയ് മാസം പബ്ലിക് മീറ്റിംഗിൽ വന്നു, സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ മാസം പിറ്റത്തെ മാസം തൊട്ട് സിസ്റ്റർക്ക് വയറുവേദന ഇല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. പിന്നെ സിസ്റ്റർക്ക് കഴുത്തുവേദന ഉണ്ടായിരുന്നു. അത് നമ്മുടെ കഴിഞ്ഞ 14-ാം തീയതി ചർച്ച് വന്ന് പ്രാർത്ഥിച്ചു, തൃശ്ശൂർ ചർച്ച് വന്നാൽ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ആ വേദനയും മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ. സന്തോഷത്തോടെ പോയട്ടെ. ഈ സിസ്റ്ററുടെ പേര് അനിത എന്നാണ്. ഷൊർണൂരിൽ നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. സിസ്റ്റർക്ക് പറയാനുള്ള സാക്ഷ്യം, 2 വർഷത്തോളമായിട്ട് സിസ്റ്റർക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സിസ്റ്റർക്ക് രാത്രി ഉറക്കം ഉണ്ടായിരുന്നില്ല. ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദറും സിസ്റ്ററും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ സിസ്റ്റർക്ക് പൂർണ്ണമായി വിടുതൽ കഴിയുകയും ചെയ്തു എന്നാ പറയുന്നത്. ഇപ്പൊ ബ്ലീഡിങ്ങിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഈ സിസ്റ്റർ. ചേച്ചി ആൾറെഡി ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു, ക്യാൻസർ ആയിരുന്നു. ഇത് മുമ്പുള്ളതായിരുന്നു. ഇത് മുമ്പിലത്തെ കാര്യം പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ. കഴിഞ്ഞ പറഞ്ഞാൽ ഇത് ഈ സാക്ഷ്യം വന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന നടന്നില്ല. 2 വർഷം 2-3 വർഷം എനിക്ക് നല്ല തീരെ എനിക്ക് പറ്റില്ല. അത്രയും ബ്ലീഡിംഗ് ആയിരുന്നു. എനിക്കിത് പറയാതെ പറ്റില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ. ആ നീല രണ്ടാമതിരിക്കുന്ന മോളെ അടുക്കലാൻ ചെന്നേ. മോളെന്ന് എഴുന്നേറ്റ് നോക്കാം. മോളെ എവിടെ നിന്ന് വരുവാ? ആദ്യമായിട്ട് വരുവാണോ? മോളിപ്പോ ചിന്തിച്ച് ഞാൻ പറയട്ടെ, ഈ പാസ്റ്റർ പറയണ പോലൊക്കെ നടക്കുവോ? എൻ്റെ വീട്ടിൽ അത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നീ അങ്ങനെയല്ലേ ചിന്തിച്ചേ? എന്നിട്ട് എന്നെ നോക്കിയപ്പോൾ നിനക്കൊരു ചമ്മല് പോലെ തോന്നി. ഇനി പാസ്റ്ററിന് പോലും മനസ്സിലാവൂ എന്ന് പറഞ്ഞപ്പോഴാണ് നീ തല കുനിഞ്ഞത്. എന്നാൽ ഞാൻ നിന്നെ നോക്കിയിട്ട് പറയാം, നിന്റെ വീട്ടിലെ സ്ഥിതികൾക്ക് മുഴുവൻ മാറ്റം വരും.
നിനക്ക് അടുത്തത് എന്ത് പഠിക്കണമെന്നൊരു കൺഫ്യൂഷനാണ്. പറ. അതെ ആ കാര്യം ഇനി ആരോട് ചോദിക്കൂന്ന് അറിയാതെയാ നീ ഇവിടെ ഇരിക്കുന്നേ. അതെ പാസ്റ്ററോട് ചോദിക്കേ, പറയാം. ഒരു നല്ല ആമേൻ പറ. നിനക്ക് സയൻസും ഫിസിക്സും ആഗ്രഹമുണ്ട്, പക്ഷെ രണ്ടും പാടാണ് നിനക്ക്. അതെ പക്ഷെ ആ മേഖലയിൽ നിനക്കൊരു ഉയർച്ചയുള്ളതാണ് നീ ചിന്തിക്കുന്നത്. അതെ എന്നാൽ നിന്നെ കൊണ്ട് പഠിക്കാനും കണ്ട് കഴിയത്തുമില്ല. അതെ അപ്പോൾ നീ ചിന്തിക്കുന്നത് എനിക്കാണെങ്കിൽ കണക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകത്തില്ല, ഇനി എന്ത് ഞാൻ പഠിക്കും, ആരോടാ ഞാനൊന്ന് പ്രസന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് നീ ഇവിടെ ഇരുന്നേ. അതെ എന്നാൽ ഞാൻ നിന്നോട് പറയാം, നിന്റെ ബുദ്ധിയേക്കാൾ അപ്പുറമായി സയൻസിന്റെ മേഖലയിൽ ദൈവം നിനക്കൊരു ഡെലിവറൻസ് തരും. നീ പറയാറില്ലേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കാൻ ചെന്നു, തലേ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു, പക്ഷെ ഒരു ഫലം എനിക്ക് ഉണ്ടായിട്ടില്ല, ഇതും കൂടെ വന്നിട്ട് എന്തോ നടക്കാനാണോ ആവോ എന്ന് സ്വയം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് നീ ഇറങ്ങി. അതെ അതെ എന്നാൽ ഞാൻ നിന്നോട് പറയാം, ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകുക. നമ്മളെന്താ കൈയടിക്കാത്ത? കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിച്ചേ. ഇപ്പൊ നീ ചിന്തിച്ച് ഞാൻ പറയട്ടെ, അപ്പൊ ഈ പാസ്റ്റിന് എല്ലാം മനസ്സിലാവുന്നതാണോ ഈ പറയുന്നേ? ഇപ്പൊ നീ അതാ ചിന്തിച്ചേ. അതെ ആകെ അലമ്പായി. ഒരു നല്ല ആമേൻ പറഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നീ ക്ലാസ്സിന് പോകുന്നുണ്ടോ? ഇല്ല. ക്ലാസ് കഴിഞ്ഞു നിന്റെ? ആ ഇനി അടുത്ത കാര്യം പഠിക്കാൻ പോകണം. ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ ക്ലാസ് കഴിയുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ക്ലാസ്സിൽ വെച്ച് ഒരു ഇഷ്യൂ ഉണ്ടായി. അതെ ആ ഇഷ്യൂ ആയിട്ട് 2 പേരോട് നീ പിണങ്ങി. അന്ന് ആ പിണങ്ങി വന്ന ഒരാൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഒന്ന് യെല്ലോ കളറിലെ ഡ്രസ്സും ഒരാൾ റെഡ് കളറിലെ ഡ്രസ്സുമോ. എടി, നിന്റെ ക്ലാസ് റൂമിലെ കാര്യങ്ങൾ കർത്താവിന് അറിയാമെങ്കിൽ നിന്റെ ഭാവിയിലെ കാര്യമാണ് കർത്താവിന് അറിയാൻ പാട്. നിങ്ങളെന്താ ആമേൻ പറയാതെ? റൈറ്റ്. ഈ സെപ്റ്റംബറിൽ നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. ഈ സെപ്റ്റംബർ മാസം നീ ഫേസ് ചെയ്യുന്നത് പേടിച്ചിട്ടാണ്. ആ സെപ്റ്റംബർ കടന്നു പോകാക്കത്തില്ല, അതിനു മുമ്പ് നീ ക്രോസ് ചെയ്യണം, പഠിക്കണം. എന്നാൽ സെപ്റ്റംബറിൽ ദൈവം നിനക്ക് വാതിലുകളെ തുറക്കും. റൈറ്റ്. നിനക്ക് പഠിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിന്റെ ഇടത്തെ കണ്ണിനും ഇടത്തെ തലയുടെ ചിന്നിക്കും കുത്തി വലിക്കുന്നൊരു വേദന വരും. നീ ഇന്ന് വരുമ്പോഴും ആ കണ്ണുവേദന ഉണ്ടായിരുന്നു, ആ തലവേദന ഉണ്ടായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു നിന്നെ സൗഖ്യമാക്കും. നീ ഇതാരോടും പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, കേൾക്കാനില്ല നീ പറയണത്, പറഞ്ഞിട്ടില്ല. ഇപ്പൊ നീ സൗഖ്യമാവും, ഇപ്പൊ നീ വിടിവിക്കപ്പെടും. നിനക്ക് ഗുരുവായൂര് ആ സ്ഥലത്ത് എന്തോ കാര്യം പഠിക്കണമെന്നും കാര്യം ചെയ്യണമെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. പക്ഷെ ഗുരുവായൂരിന്ന് പോസ്റ്റഡായി അത് തൃശ്ശൂരായ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുക ഞാൻ നിന്നോട്. ദൈവം നിനക്ക് ചില വഴികളെ തുറക്കുക. പറയണ ശരിയല്ലേ? ശരിയാണോ അല്ലയോ? അതെ. യേശു നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നു. നിങ്ങളെന്താ കൈയടിക്കാത്തെ? ഇനി നിനക്കൊരു പ്രശ്നം കൂടി ഉണ്ട്. കുറച്ചു നേരം എഴുതി കഴിഞ്ഞാൽ നിന്റെ വലത്തെ കൈ കഴയ്ക്കും, എന്നിട്ട് നേരെ ഷോൾഡറിൽ നിന്ന് ആ കഴുപ്പ് താഴോട്ട് വന്ന് മരവിപ്പ് പോലെ ആവും. നിനക്ക് ചിലത് ചെയ്യാൻ പറ്റത്തില്ല. യേശു നിനക്കൊന്നൊരു സൗഖ്യം തരും. നിന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച മങ്ങില് ഇന്ന് സൗഖ്യമാവും. അങ്ങനെയില്ലേ? നീ കഴിഞ്ഞ ദിവസം കൂടെ കണ്ണ് രണ്ടും കൂടെ പൊത്തിപ്പിടിച്ച് നോക്കിയില്ലേ? ഈ കണ്ണിന് എവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ പറയടി, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇപ്പൊ ഞാനൊരു ചലഞ്ചിങ് പറയാം. ഞാൻ നിന്റെ കണ്ണിപ്പൊ ശരിയാവും. നിങ്ങൾ കൈയടിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ നാണക്കേട് വരുമോ? കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിച്ച കൊള്ളാം. സഹോദരങ്ങളെ, ആർക്കും ആരെയും സൗഖ്യമാക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നിലുള്ളവൻ ലോകത്തുള്ളേക്കാൾ വലിയവനാണ്. നമ്മൾ സേവിക്കുന്ന കർത്താവിന് ചിലരെ സൗഖ്യമാക്കാം. നിങ്ങളത് ആമേൻ പറയാത്തെ? ശബ്ദവീരത്തെ ആമേൻ പറയാത്തെ എന്താ? ഇവളെന്നെ വിടുന്ന ലക്ഷണമില്ല. ഇപ്പോൾ ഇവള് ചിന്തിച്ച എന്നാന്നറിയോ? എന്റെ ഭാവി മുഴുവൻ ഈ പാസ്റ്റർ മനസ്സിലാവോ? അങ്ങനെയല്ലേ നീ ചിന്തിച്ചപ്പോ? എടി, ഭാവി മുഴുവൻ എനിക്ക് മനസ്സിലാവില്ല. ചോദിച്ചാ കർത്താവ് പറഞ്ഞു തരാം. പക്ഷെ നിന്റെ ഭാവി മുഴുവൻ അറിയുന്ന ഒരുവനെയാ നീ സേവിക്കുന്നേ.
ഒരു നല്ല ആമേൻ പറ, നല്ല ആമേൻ പറ. ഇപ്പൊ അടുത്ത് ചിന്തിച്ചോളെ, എൻ്റെ ഈ ഭാവിയും കാര്യങ്ങളൊക്കെ എൻ്റെ എല്ലാ കുറവും അങ്ങേർക്ക് മനസ്സിലാവൂ. നിന്റെ കുറവ് മനസ്സിലാവും, നല്ലതും ചീത്തയും മനസ്സിലാവും. നിങ്ങളെന്താ ആമേൻ പറയാതെ? പക്ഷെ നിന്നെ എനിക്ക് ഹേർട്ട് ചെയ്യാനോ വിഷമിപ്പിക്കാനോ കഴിയത്തില്ല. കാരണം നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. നിന്നെ മുറിപ്പെടുത്താൻ എനിക്ക് അവകാശമില്ല, വേദനപ്പെടുത്തുന്ന ഒരു വാക്ക് എനിക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ എനിക്ക് നിന്നെ സഹായിക്കാം. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? ചിലരെ കൂടെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കും. കുറച്ചും കൂടെ ചുണയായിട്ട് കൈ അടിക്കാം, ആമേൻ പറയാം. കുറച്ചും കൂടെ ചുണയായിട്ട് ആമേൻ പറയാം. മുളുങ്ങ് വന്നേടി മോളെ. റാസലോനി, നിന്റെ കൂടെ ആരാ വന്നിട്ടുള്ളേ? എന്റെ ഉമ്മയാണോ? അതാ വാ. വാ. നിങ്ങൾ വന്നത് മോളെ, നിനക്ക് നിന്റെ ഉമ്മയുടെ കൂടെ ഇരിക്കുന്ന കുഞ്ഞിനെ അവനൊരു സൗഖ്യം വേണം. നിന്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്ന നിന്റെ ആങ്ങളെയാണോ അനിയനാണോ? അനിയനൊരു സൗഖ്യം വേണം. ആ സൗഖ്യത്തിന് വേണ്ടിയാണ് നീ വന്നത്. അപ്പൊ നീ സ്വയം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയാൽ എൻ്റെ അനിയൻ സൗഖ്യമാവൂ? നേർച്ചകൾ ചെയ്തു, പൂജകൾ ചെയ്തു, ഇനി ചെയ്യാത്ത കാശിടപാടുകളില്ല. ഇവന് പൈസ ചെലവാക്കിയിട്ട് എൻ്റെ വീടിനകത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടായി. എനിക്ക് പഠിക്കാൻ പോലും കാശില്ലാത്തത്. ഇവന് പോലും ഇവന് ചെലവാക്കിയ പൈസ കാരണം എന്റെ പഠിക്കാനുള്ള പൈസ പോയി. എന്നാൽ കുഴപ്പമില്ല, അവന് സൗഖ്യമായാൽ മതി. എന്നാൽ ആരാലും ഇവനെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നിടത്തേക്ക് എന്റെ യേശുവിന്റെ കരം ചലിക്കാൻ ഇത് കർത്താവ് സംസാരിക്കുന്നതാണ്. നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഈ പകൽ ഈ കുടുംബത്തിന്റെ വിടുതലാണ്. നിന്റെ ഇടത്തെ കണ്ണിന് കാഴ്ച കുറവുണ്ടെന്ന് ഈ ലോകത്തിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉമ്മയ്ക്കറിയാം, അതെനിക്കറിയില്ലല്ലോ. ഞാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യം, ഇപ്പൊ നീ സൗഖ്യമായാൽ ജീവിക്കുന്ന ഒരു യേശു കൊണ്ട് നിനക്ക് വിശ്വസിക്കാമോ? നിങ്ങളെന്താ പറയാതെ? ഒരു ബൈബിൾ എന്തെങ്കിലും തന്നിടാം. ഒരു ബൈബിൾ തരാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അനുഭവം എന്ന് പറയുന്നത്, നിന്റെ മുകളിലേക്ക് ഒരു ശക്തി വന്നു. തലയിൽ നിന്ന് താഴോട്ട് ഷോക്ക് അടിക്കുന്ന പോലെ നിനക്ക് തോന്നി. ആ സമയത്ത് ഒരു കിടുങ്ങൽ വന്നു നിനക്ക്. അത് ഞങ്ങൾ വിളിക്കുന്ന യേശുവിന്റെ ശക്തിയാണ്. ബൈബിൾ കണ്ടിട്ടുണ്ടോ? എടുത്ത കാണാം. വായിച്ചിട്ട് പറ. അവളെ കണ്ണടക്കി. ആത്മാവും നീതി നിമിത്തം ജീവനാകുന്നു. നിങ്ങളെന്താ കൈയടിക്കാതെ? ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ഇന്നലെ ജീവിച്ചവനല്ല, ഇന്നും ജീവിക്കുന്നവനാ. ഇന്നും നാളെയും മറ്റന്നാളും. മോളെ, നിനക്ക് കണ്ണിന്റെ ഇടത്തെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്ന് പറയാൻ സത്യമല്ലേ? യേശു എന്ന് പറഞ്ഞ ഒരാളിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് സത്യമല്ലേ? നീ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷ കാണുന്നേ? ഇതൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കാണുന്നേ? നിന്നെ സൗഖ്യമാക്കിയത് എന്റെ യേശു ആണെങ്കിൽ യേശുവിന് ഇഷ്ടമാണ്. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കാൻ ആമേൻ പറയാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹോളിലുണ്ട്. ഒരു കൂട്ടം ആളുകളെ യേശു സൗഖ്യമാക്കുന്നു. ഇതിനകത്തൊരു ഹീലിംഗ് ഒഴുക്കുണ്ടാകുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും സൗഖ്യമാകുകയാണ്.
നിന്റെ അമ്മയ്ക്ക് നിന്റെ ഉമ്മയ്ക്ക് ഒരു പ്രയാസമുണ്ടോ? അത് ഈ കുഞ്ഞിനെ നീ എടുക്കാൻ നിന്റെ ഉമ്മയ്ക്ക് പ്രയാസമാണ്. കാരണം നിന്റെ ഉമ്മയ്ക്ക് നടുവിന് ഭയങ്കര വേദനയും പ്രയാസമാണ്. അവന്റെ ഈ ഉമ്മയുടെ ഇപ്പൊ ഉമ്മ എടുത്തിരിക്കുന്ന വലത്ത് വശത്താണ്, പക്ഷെ ഉമ്മയുടെ ഇടത്തെ വശത്തെ ഹിപ്പിന് ആ നടുവിന്റെ ഭാഗത്ത് അവനെ എടുത്തെടുത്ത് ഉണ്ടായ ഒരു വേദനയുണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഇപ്പൊ നിന്റെ ഉമ്മ വേദനിച്ചോണ്ടാ നിൽക്കുന്നത്. ഇപ്പൊ നിന്റെ ഉമ്മ സൗഖ്യമാവും. നിങ്ങളൊന്ന് എഴുന്നേറ്റ് കൈയടി കൊടുക്കാതെ നിങ്ങൾ ഈ മോനെ നോക്കി വെച്ചോണം. ഇവന്റെ സ്കിൻ പരിപൂർണമായും സൗഖ്യമാകും. ഇവന്റെ സ്കിന്നിൽ ഒരു വൈറസ് ഉണ്ട്. എന്റെ യേശുവിനെ സൗഖ്യമാക്കും. നിങ്ങളെന്താ കൈയടിക്കാതെ? എന്റെ യേശുവിന്റെ ജീവിക്കുന്ന കാര്യം ഈ ഹോളിൽ നിൽക്കുന്നത് എനിക്ക് കാണാം. ഒരാളെയല്ല, വിശ്വസിക്കുന്ന പലരെയും എന്റെ യേശു തൊടുകയാണ്. നേരെ ആ സെക്കൻഡ് ലൈനിൽ പോയിട്ട് ഒരു ഓറഞ്ച് പോലത്തെ ഷോൾ ഇട്ടൊരു മോൾ അവിടെ നിൽപ്പുണ്ട്. ആ മോളങ്ങ് വന്നേ മോള്. മോളെ നീ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറയട്ടെ. സത്യമായിട്ടും യേശു ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തൊടണമേ കർത്താവേ നീ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു അനുഭവം ഉണ്ടായി. നിന്റെ അടുക്കലേക്ക് ഒരു വലിയ വെളിച്ചം വരുന്നത് നീ കണ്ടു. ആ വെളിച്ചം വന്ന ഉടനെ നിന്റെ ചെവിക്കകത്തൊരു മൂളൽ കേട്ടു. നീ ഞാൻ നിന്നോട് പറയട്ടെ, ആ ചെവി ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. നിന്റെ ചെവി ഇരുന്നിട്ട് നിന്റെ അടുക്കൽ യേശുവിന്റെ സാന്നിധ്യം നിൽക്കുന്ന എനിക്ക് കാണാമായിരുന്നു. മോളെ നിന്റെ ആ ചെവിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. ആ ചെവിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട്. ആ ചെവി ചിലപ്പോ വ്യക്തമായി കേൾക്കത്തില്ല. ഇപ്പൊ മുതൽ നിന്റെ ആ ചെവി പൂർണ്ണമായി കേൾക്കാൻ തുടങ്ങും. നിങ്ങളെന്താ കൈയടിക്കാത്ത? എന്റെ യേശു ജീവിക്കുന്നു. കൈയടിച്ചു കർത്താവിനെ സ്തുതിക്ക്. മോളെ നീ പ്രാർത്ഥിച്ചതാ. നീ പ്രാർത്ഥിച്ചത് നിന്റെ ചെവി ശരിയാവാനല്ല, നിന്റെ ഭാവി ശരിയാകാനാ. സാമ്പത്തികമായി തകർന്നൊരു വീട്, ഇനി ഒരിക്കലും ഒരു കാര്യം ശരിയാവില്ലെന്ന് ചിന്തിച്ചിട്ടാ നീ നിൽക്കുന്നേ. എന്നാൽ ഇന്ന് വ്യാഴാഴ്ചയാ. വരുന്ന തിങ്കളാഴ്ചക്ക് മുമ്പ് എന്ന് പറഞ്ഞ 4 ദിവസത്തിനകത്ത് സൂപ്പർ നാച്ചുറലായ ചില കാര്യങ്ങൾ നിന്റെ വീട്ടിനകത്ത് നടക്കും. എന്റെ കൂടെ ഉള്ളവർക്ക് കൈയടിക്കാം, ആമേൻ പറയാം. ഞാനിത് പറഞ്ഞപ്പോ നിനക്കൊരു അനുഭവം കൂടെ ഉണ്ടായി. നിന്റെ അടുക്ക വെള്ള വേഷോട്ട് ഒരാൾ അടുക്ക വന്ന് നിന്ന പോലെ തോന്നി നിനക്ക്. ആ നിൽക്കുന്നയാള് നിന്റെ വലതുവശത്താ നിൽക്കുന്നേ അല്ലേ? കൈ അടിച്ച് കർത്താവിനെ എന്നെ സ്തുതിച്ച് യേശുവെന്ന് വിളിച്ചേ. എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ടോ? ചിലരുടെ അടുക്കലവൻ നിൽക്കുന്നത് എനിക്ക് കാണാം. ആ മോളിരുന്ന ലൈനിൽ നോക്കിയിട്ട് പറ, ആ ലൈനിലുള്ള സകലരും വിടുവിക്കപ്പെടുക. ആ ലൈനിലുള്ള സകലരും വിടുവിക്കപ്പെടുക. യേശുവിന്റെ ശക്തി വീട്ടിനകത്ത്. നിനക്കൊരു വിഷമം കൂടെ ഉണ്ട്. ചില സമയത്ത് നീ വേർക്കുമ്പോ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആ വേർപ്പിന്റെ സ്മെല്ല് നിനക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. നീ പറയും അത് മാറ്റാൻ ആർക്ക് കഴിയും? നിനക്കൊരു 12-13 വയസ്സ് മുതൽ നിനക്ക് ഈ കാര്യത്തിൽ വിഷമമുള്ളതാ. നിന്നെ ഏറ്റവും കൂടുതൽ വിഷമം ഭരിച്ചിരുന്നൊരു കാര്യമായി ഇപ്പൊ ഞാൻ പറഞ്ഞേ. എന്നാൽ നീ ഒന്ന് സൗഖ്യമാവും. മോളെ നോക്ക, അടുത്ത മാസം നീ വന്നിട്ട് ഈ കാര്യം തന്നെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തണം. എനിക്ക് തോന്നുന്നു ഞാൻ അധികം ആരോടും പറയാത്തൊരു ദൂതാ നിന്നോട് പറഞ്ഞേ.
അതിന്റെ അർത്ഥം ദൈവത്തിന് നിന്നെ കുറിച്ച് എന്തോ വലിയൊരു ഉദ്ദേശമുണ്ട്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ഒരു ആമേൻ പറയാ യേശുവിനെ. ആ മോളിരുന്നതിന്റെ സൈഡില് ചെവി കേൾവി കുറവുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആ മോളിരുന്നതിന്റെ പറയില്ലേ, ആ കറുത്ത ഷർട്ടിട്ട മോള് ഒന്ന് വരാവോ? സനലെ, എനിക്ക് അവിടെ 3 പേരുടെ ചെവി കാണാം. പിന്നെ ആരാ ഉള്ളത്? 3 പേര്. ആ 3 പേരുടെയും ചെവി തുറക്കുക കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ഞാനേ ആ മോളുടെ അടുക്കൽ അവളോട് സംസാരിച്ചു. മോളും കൂടെ വാ. മോളുടെ അടുക്കൽ സംസാരിക്കുമ്പോ അവളെ ചെവി സൗഖ്യമാവുന്ന സമയത്ത് ഒരു ഏഞ്ചലിനെ കണ്ടു. പുള്ളി എവിടെയെങ്കിലും ചെന്ന് നിന്ന് ആ ഏരിയയിലുള്ള ചെവിയെല്ലാം സൗഖ്യമാവും. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നീ ചിന്തിച്ചത് പറയാം. ഈ ഏഞ്ചൽ എന്ന് പറയുന്നത് മലാക്കായിരിക്കുമോ? അങ്ങനെയല്ലേ ചിന്തിച്ചേ? അപ്പൊ തോന്നി ആ മലാക്കിന് ഇവർക്ക് കാണാൻ പറ്റുമോ? പറ, അങ്ങനെ ചിന്തിച്ചില്ലേ? മലാക്കിന് അവർക്ക് മാത്രമല്ല നിനക്കും കാണാം. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കേ. ഇൻഫെക്ഷൻ ഉണ്ടായി. ഇയർഡ്രമിനകത്ത് ഹോള് പോലൊരു സാധനം വന്നു. ഇടത്തെ ചെവി ചികിത്സിക്കുമ്പോ അത് കുറച്ചു നേരത്തേക്ക് പസ് കുറയും, പക്ഷെ വീണ്ടും അതുപോലെ വരും. നീ മടുത്തു. ഇനി ഓപ്പറേഷൻ അല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുക. എന്ന് ഞാൻ നിന്നോട് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കേട്ട ഈ മോളുടെ വീഡിയോ ടിവിയിലും കാണുവേ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കുവാ, ലൈവ് പോവുക. പക്ഷെ ഇവൾ അടുത്ത മാസം നമ്മളുടെ ഇടയിൽ സാക്ഷ്യം പറയാൻ പോകുന്നു. അവളുടെ ചെവി സൗഖ്യമായത്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഒന്ന് ഉറക്കെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്. അവളുടെ കല്യാണം കഴിഞ്ഞോ? നിനക്ക് ഇത് കാര്യം കുറച്ച് വിഷമങ്ങളുണ്ട്. നീ ആരോടും പറയാതെ ഇങ്ങനെ വിക്കി വെച്ചേക്കുവോ? ഞാനിത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നിനക്കൊരു അനുഭവം ഉണ്ടായി. നിന്റെ ചെവിക്കകത്തൊരു ശബ്ദം കേട്ടു. നീ ടപ്പ് എന്നൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ നീ സൗഖ്യമായെന്ന് എൻ്റെ അർത്ഥം കേട്ടോ. നമ്മുടെ നമ്മുടെ നമ്മളെ MBBS അല്ലേ? എന്ന് കൈവയ്ക്കുക. നീ നിനക്കിപ്പൊ നോക്കിയാ ചെവിയിലെ ഹോൾ അറിയാവോ? ലൈറ്റ് അടിച്ച് നോക്കണം. നീ വരുമ്പോ പസ് ഉണ്ടായിരുന്നോ? എനിക്കിപ്പോ നോക്കിക്കോളാൻ വയ്യ, ആഗ്രഹം. വണ്ടർഫുൾ, വണ്ടർഫുൾ, വണ്ടർഫുൾ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ച്. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. മുടങ്ങുവാ. നേരെ നമ്മുടെ പാലക്കാട് ആ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബ്രൗൺ ഷോ അങ്ങേറ്റത്ത്, ഇയാളപ്പുറത്ത് നിൽക്കുന്നത്. കൈപൊക്കിക്കേ. നീ പറഞ്ഞു എന്റെ 2 ചെവിക്കകത്ത് എപ്പോഴും അസ്വസ്ഥതയാ യേശുവേ എന്നെ തൊടണേന്ന്. നീ അങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ആ മോളോട് ചോദിച്ചു, ചെവിക്കകത്ത് ടപ്പെന്നൊരു ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞപ്പോ, ഇനി എന്റെ ചെവിക്കകത്ത് അങ്ങനെ കേൾക്കുവോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നീ. ആണോ? നിന്റെ ചെവിയിൽ ഫോൺ വെച്ച് ചിലപ്പോ കേൾക്കത്തില്ല. ഒരു ചെവിക്ക്, വലത്തെ ചെവിക്ക്. മറ്റേ ചെവിക്ക് വ്യക്തതയില്ല. നീ ആദ്യമായിട്ടാണോ വരുന്നേ? നേരത്തെ വന്നിട്ടുണ്ടോ? നീ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, കർത്താവേ നീ ഒത്തിരി കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതുവരെ ഒരു കാര്യം ശരിയായിട്ടില്ല.
അതുകൊണ്ട് ഈ ചെവിയുടെ കാര്യങ്ങളും നീ ശരിയാക്കി തരണേന്ന്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നീങ്ങ വന്നേ, നീ ആള് കൊള്ളല്ലോ. റാൻഡിനിയോന്തോരോ സ്ഥലക്കറിയാന്തലോക്കോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ സൗഖ്യമാകും. അവിടെ നിന്നാ മതി. ഞാൻ ഈ പറഞ്ഞതുപോലെ നീ ചിന്തിച്ചില്ലേ? ഞാൻ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, ഇതൊന്നും ശരിയായിട്ടില്ല. എന്നാൽ ഈ കാര്യങ്ങൾ യേശു എനിക്ക് ചെയ്തു തരണേ. നീ എന്ത് മണ്ടിയാന്നറിയോ? കർത്താവിനോട് ചോദിക്കുമ്പോ എല്ലാം കൂടെ ചോദിക്കാവൂ. ഞാനിത് പറയുമ്പോ നിന്റെ വലത്തെ ചെവിക്കകത്തൊരു ചൂട് വരുന്നുണ്ട്. നിനക്ക് ശബ്ദമല്ല, ചൂടാ. നിങ്ങൾ എന്താ അനങ്ങാത്തെ? ഈ മോളുടെ അകത്ത് ആ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോ അയാൾക്ക് ചെവി തുറക്കാൻ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്തത് ആ വഴിയാ. പക്ഷെ ഇവൾക്ക് ഇപ്പൊ ചെവിക്ക് അകത്തൊരു വിറക്കലും. നിന്റെ ചെവി വിറച്ചോണ്ടല്ലേ ഇരിക്കുന്നേ? പറ. അതിനകത്ത് ചൂട് പുറത്തേക്ക് ഒഴുകുന്ന പോലെ, അങ്ങനെയല്ലേ? അതിന്റെ അർത്ഥം നിന്നെ യേശു സൗഖ്യമാക്കുക. നിന്റെ വീട്ടിലെ 4 പ്രശ്നങ്ങൾ പറയാം. നിന്റെ വിവാഹം, നിന്റെ ജീവിതം, ആ മേഖലയിൽ ഒത്തിരി തകർച്ചകളുണ്ട്. ഇവിടെ നീ 3-ൽ കുറയാതെ പ്രാവശ്യം മരിക്കാൻ ശ്രമിച്ചു. നിന്റെ കൈ മുറിക്കണം എന്ന് ചിലപ്പോൾ തോന്നും, തൂങ്ങണം തോന്നും. പക്ഷേ നീ ആ മരിക്കാൻ ശ്രമിച്ചെടുത്തൊക്കെ നിനക്ക് പരാജയപ്പെട്ടു. നിനക്ക് പറ്റിയില്ല ചാവാൻ. നീ പലപ്പോഴും ചിന്തിക്കും, നിന്റെ വീടിന്റെ അടുക്കിൽ നിന്ന് ഒരു കുന്നുപോലെ സ്ഥലത്ത് ഇറങ്ങി ചെല്ലുമ്പോൾ വിഷം എന്ന് തോന്നുന്ന കുറെ ഇലകളുണ്ട്. അതെല്ലാം കൂടെ അരച്ച് കഴിച്ചാലോ എന്ന് നീ പലപ്പോഴും ചിന്തിക്കും. എന്നാൽ അത് ചെയ്യാൻ തുടങ്ങുന്ന നേരത്ത് തോന്നും, വേണ്ട പിന്നെ ആവട്ടെ എന്ന്. എന്നാൽ യേശു കർത്താവ് ഇന്ന് നിന്നെ സൗഖ്യമാക്കുക. നിനക്ക് സ്കിന്നിനകത്ത് ചില ഇഷ്യൂസ് ഉണ്ട്. അത് ഒരു സമയത്ത് മൊത്തം കൂടെ പുറത്തോട്ട് വരും, പിന്നെ അങ്ങ് സുഖമാവും. പിന്നെ അങ്ങ് പുറത്തോട്ട് വരും, പിന്നെ അങ്ങ് സുഖമാവും. എന്ന് പറഞ്ഞാൽ അത് പുറത്തോട്ട് വരുമ്പോൾ നിന്റെ കൈകാലുകളുടെ മടക്കുകളിൽ നിനക്ക് ഭയങ്കര പ്രശ്നമാണ്. ആ സമയത്തെല്ലാം നീ മരിക്കണം എന്ന് ചിന്തിക്കും. അത് കഴിയുന്നതിനോടൊപ്പം തന്നെ നിന്റെ ഷോൾഡർ, നട്ടല്, ജോയിൻസ്, അതിലെല്ലാം വേദനയാണ്. നീ ഒരിക്കൽ ഒരു വെയിറ്റ് എടുക്കാൻ പോയി. ആ വെയിറ്റ് എടുക്കുന്ന സമയത്ത് നിനക്ക് സംഭവിച്ച ഒരു ക്ഷതമുണ്ട് തലയിലും കഴുത്തിലും. ഇന്ന് കർത്താവ് നിനക്ക് പരിപൂർണമായ സൗഖ്യം തരും. ഒന്ന് കൈയടിക്കുന്നവർക്ക് കൈയടിക്കാൻ ആമീൻ പറയാം. നിന്റെ വയറിന്റെ വലത് ഭാഗം അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിനക്ക്. അവിടെ ഇടയ്ക്ക് തൊടുമ്പോൾ ഒരു വേദനയും ഒരു കട്ടിയും ഉണ്ട്. അത് നിന്റെ ഉള്ളിൽ ഒരു പേടി വന്നു, ഞാൻ മരിക്കേണ്ടി വരില്ല, എനിക്കിത് മിക്കവാറും ക്യാൻസർ ആവും, അത് വളരും, അങ്ങനെ ഞാൻ മരിച്ചു പോകും. നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു പേടി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ യേശു നിന്നെ സൗഖ്യമാക്കും. ഈ ഹോളിനകത്ത് അസാധാരണമായ കരമുണ്ട് കേട്ടോ. നിങ്ങളിൽ ചിലർ സൗഖ്യമാകുമോ? ഞാനിത് പറയുമ്പോ ചിലരുടെ മുഴകൾ മാറുകയാണ്, ചിലരുടെ ട്യൂമറുകൾ മാറുകയാണ്, ചിലർ സൗഖ്യമാകുകയാണ്. നിങ്ങൾ സ്റ്റേജിൽ വാ. നല്ല നേരെ നീ എടുത്തോട്ട് പോവാ. നേരെ ആ പുറകോട്ട് പോയിട്ട് ആ റോസ് സാരി എടുത്ത് ചേച്ചി എന്ന് കൈ ഉയർത്താൻ പറ. ഞാൻ ഇയാളോട് വയറ്റിലെ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, കർത്താവേ എനിക്കൊരു സൗഖ്യം വേണോന്ന് പറഞ്ഞു. ആ സമയത്ത് ചേച്ചിയുടെ വയറ്റിലൊരു വിറയിലുണ്ടായി. ഇപ്പോഴും ആ വിറയിലുണ്ട് വയറ്റില്. അത് നിങ്ങളുടെ വയറ്റിനകത്ത് ഒരു ഓപ്പറേഷൻ കർത്താവ് ഇപ്പൊ ചെയ്യുവാ. ഒന്ന് കൈ അടിച്ചു കർത്താവിനെ സ്തുതിക്ക്. യേശുവിന്റെ ശക്തി നിന്നെ തൊടുവാ.
എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിക്കുന്നവർക്ക് ആമേൻ പറയുന്നവർക്ക് ആമേൻ പറയാം. ചേച്ചി വാ. ചിലരും കൂടെ യേശുവെ നിന്ന് കൈകൾ അടിച്ചു വിളിച്ചേ. ഞാൻ ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? നിങ്ങൾ ഈ മോളെ ഒന്ന് കണ്ടുവച്ചേക്കണേ. ഇവൾക്കെതിരെ ഒത്തിരി എതിരുകളും പ്രശ്നങ്ങളും എഴുന്നേൽക്കും. എന്നാൽ 5 വർഷം, ഈ 5 വർഷം കഴിയുന്നതോടുകൂടെ ദൈവം ഇവളെ വേറൊരു വിധത്തിലേക്ക് ഉയർത്തും. ഇവൾക്ക് വീട്ടിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ എതിരുകൾ വരുന്ന കാണാം. പക്ഷെ ഇന്നു മുതൽ ഇവളെ വ്യക്തിപരമായി കർത്താവ് സന്ദർശിക്കാൻ പോകുകയാണ്. ഞാൻ കർത്താവിൽ നിന്ന് കേട്ടൊരു ശബ്ദം പറയാം. ഇവൾ രാത്രിയിൽ പല സ്വപ്നങ്ങൾ കാണും. ഇന്നു മുതൽ ഇവൾ രാത്രിയിൽ കർത്താവിന്റെ സന്ദർശനം അനുഭവിക്കും. ഇവളോട് വ്യക്തിപരമായി കർത്താവ് സംസാരിക്കും. ഇവളിലൂടെ ഒരു ഉണർവുണ്ടാകും. ഇവൾ കർത്താവിന്റെ നാവായി മാറാൻ പോകുന്നു. ഇവളുടെ ശബ്ദം അനേകർക്ക് യേശുവിന്റെ ശബ്ദമായി തീരാൻ പോകുന്നു. അസാധാരണമായതെന്തോ ഈ മോളുടെ മേലുണ്ട്. ഇവൾക്ക് ഇതൊന്നും ചിന്തയില്ലാത്തയാൾ ആദ്യമായിട്ട് വരുക. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ഈ പാസ്റ്റർ ചെയ്യുന്ന പോലെയൊക്കെ എനിക്കും ചെയ്തായിരുന്നുവെങ്കിൽ അതെന്തൊരു സന്തോഷമായിരിക്കുമെന്ന് ഒരു ചെറിയ ചിന്ത വന്നു. ആ ചിന്ത വന്ന സമയത്ത് ഇവൾക്കൊരു അനുഭവം ഉണ്ടായി. എന്തോ വന്ന് എന്നെ ഇടിച്ചതുപോലെ തോന്നി. ആ ഇടിച്ചത് ഞങ്ങൾ വിളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നാണ്. നിങ്ങൾക്കൊരു ആമേൻ പറയാവോ? ഈ മോള് ചോസനാണ്. ഇവര് വന്നത് ആ കുഞ്ഞിന്റെ സൗഖ്യത്തിനാണ്. പക്ഷെ കർത്താവിന് ഇവളെ ആവശ്യമുണ്ട്. ഇവൾ കർത്താവിന്റെ വചനം പറയും. അനേകായിരങ്ങളെ യേശുവിലേക്ക് നടത്തും. ഇവളൊരു തീപ്പന്തമായി മാറും. അനേകായിരങ്ങൾക്ക് ഇവളൊരു തീയായി തീരും. കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞു. കണ്ണടക്കി. യേശുപ്പച്ച, ഈ മോളെ തൊടുന്നതിന് നന്ദി അമ്മ. ഇപ്പോൾ ഇവൾ അങ്ങയുടെ ശക്തി അനുഭവിക്കട്ടെ. ഇപ്പോൾ അങ്ങയുടെ ശക്തി മോൾ അനുഭവിക്കട്ടെ. Power of the Spirit, Lord. Power of the Spirit, Lord. Power of the Spirit, Lord. Now. Power of the Spirit, Lord. ഷട്ടൊന്ന് അഴിക്കാവോ ചേച്ചി? എൻ്റെ വയറിൻ്റെ മേലിലാണോ ഉണ്ടായിരുന്നത് നേരത്തെ? ഈ കഴുത്തിലെല്ലാം ഉണ്ട് ഈ സ്കിൻ പ്രോബ്ലംസ്. കക്ഷത്തെല്ലാം ഉണ്ട്. അരക്കെട്ടിലെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക അവന് വേണ്ടി. അത്ഭുതങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ കൈ മാത്രമാണ്. ഇത് പാടുപോലും കാണത്തില്ല. എൻ്റെ യേശുവിനെ സൗഖ്യമാക്കും. യേശുവേ, ഈ മോനോട് നീ കാണിച്ച കരുണ വലുത്. എൻ്റെ ദേഹം മുഴുവൻ ചൊറിയുക. എന്നാൽ ഈ മോനെ നീ പരിപൂർണമായി സൗഖ്യമാക്കുന്നില്ല. മരുന്നോ ലേപനത്തിനോ കഴിഞ്ഞില്ല എങ്കിൽ ജീവിക്കുന്ന അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. ആ കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് We love you, Jesus. We love you, Jesus. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരത്തിനായി നന്ദി അപ്പ. അങ്ങയുടെ വിടുവിക്കുന്ന കരത്തിനായി നന്ദി അപ്പ. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരത്തിന് നന്ദി അപ്പ. മോളെടുക്കടേ ഒരു നിമിഷം. അവളി കുഞ്ഞിനെ എടുക്കണം. നിന്റെ ആങ്ങളെയല്ലേ? ഇവരുടെ നടുവിലേക്ക് ഒന്ന് കൈവച്ച് മോള് നിൽക്കണേ. പുറകോട്ട് നിൽക്കുക. ഇവരുടെ നടുവിലോട്ട് കൈവച്ച് ഈ ഭാഗത്താ ചേച്ചിക്ക് വേദനയുള്ള. ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഇന്ന് നിങ്ങൾ സൗഖ്യമാവും. ഇടയ്ക്കിടയ്ക്ക് വിമിഷ്ടം ഉണ്ടാവുമോ? ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. 2 ചെവിയിൽ ഏതെങ്കിലും ചെവിക്ക് കേൾവി കുറവുണ്ടോ? ഈ ചെവിക്ക് പറ. നിന്റെ അമ്മയുടെ ചെവി ഒന്ന് തുറക്കുവേ. നീ പറയത്തില്ലേ അമ്മ ഒന്ന് വിളിച്ചോ കേക്കോ? ഇന്ന് നിന്റെ അമ്മ ചെവി തുറന്ന് സൗഖ്യമായിട്ട് പോകും. ഇവരുടെ ചെവി നീ തൊട്ടതിന് നന്ദി. ഈ മോളുടെ ചെവി നീ തൊട്ടതിന് നന്ദി. ഇവരെ അനുഗ്രഹത്തിലേക്ക് നടത്തിയതിന് നന്ദി.
ഇവരുടെ ജോയിന്റ്സിനെ നീ സൗഖ്യമാക്കിയതിന് നന്ദി. ഇവരുടെ ജീവിതം മുഴുവൻ തിരിച്ചു വരട്ടെ അപ്പ. നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറും. നിങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തില അപ്പ പോകുന്നത്. നിന്റെ വാപ്പ നിന്റെ കൂടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എല്ലാ മേഖലയിലും നീ തകർന്നുപോയി. പക്ഷെ മോളെ, നിന്നെ ദൈവം പ്രസംഗിക്കാൻ വിളിക്കുവോ? എന്റെ കൂടെ നിൽക്കണം മോളെ. ഞാൻ പറയണ്ട, ഇന്ന് രാത്രി മുതൽ നീ സ്വപ്നം കാണാൻ തുടങ്ങും. നിന്റെ അടുക്കൽ കർത്താവ് വരുന്ന നീ കാണും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ സാധാരണ ഇങ്ങനൊന്നും പറയത്തില്ല, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. ഞാൻ കേട്ട കാര്യം എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൂ. ചെവിയിലേക്ക് കൈ വയ്ക്കണേ. ഈ മോളെ നീ സൗഖ്യമാക്കിയതിന് നന്ദി. എന്റെ ചെവിയിലൂടെ കൂടെ കൈ വയ്ക്കും. നീ ഇപ്പോഴേ ഇവിടെ നിന്നപ്പോ ഒരു തീരുമാനം എടുത്തു, ഞാനും ഇനി എല്ലാവരോടും യേശുവിനെ പറയുന്നു. നീ നേരത്തെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നിനക്ക്, പക്ഷേ പ്രശ്നം എനിക്കൊരു സൗഖ്യം കിട്ടിട്ട് എന്നിട്ട് പറയാനായിരുന്നു നീ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇന്ന് മുതൽ നീ യേശുവിനെ പ്രസംഗിക്കുന്നയാളാകും. ഇന്ന് വേറെ വഴിക്കാണുള്ള കാര്യങ്ങൾ പോകുന്നേ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അല്പനേരം കൂടെ കർത്താവിനെ ആരാധിച്ച് യേശുവെ നിന്ന് വിളിച്ചേ. ലവ് യു ജീസസ്, ലവ് യു ജീസസ്. രണ്ട് ചെവിയിലോട്ട് കൈവച്ച സമയം Power of the Spirit, Lord. ഇവിടെ പുറകെ നിൽക്കണേ. ഇവരോട് വാദിക്കുന്ന ഇരുട്ടിന്റെ ബലം അഴിയട്ടെ. ഇവരോട് വാദിക്കുന്ന ഇരുട്ടിന്റെ ബലം അഴിയട്ടെ. അങ്ങയുടെ ശക്തിയുടെ ബലം ഈ മാൾ അനുഭവിക്കട്ടെ. Now in the name of Jesus. Now. ചില പൈശാചിക ബലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആ പാലക്കാട് വന്ന് മോളൊന്ന് കരമുയർത്തിക്കേ. കറുത്ത ഉടുപ്പിട്ട മോള്. ഞാൻ നേരത്തെ ആ മോളോട് ഏതോ സംതിങ് ലൈക്ക് ദാറ്റ്. സോന നീ രാത്രിയിൽ യേശുവിനെ കാണും, യേശു നിന്നെ ഉപയോഗിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ സ്വയം പറഞ്ഞു, എന്നെ കർത്താവിന് വേണ്ട, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് എന്നോടും കൂടെ അങ്ങനെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ആ സമയത്ത് നിനക്കൊരു അനുഭവം ഉണ്ടായി. അനുഭവം എന്ന് പറയുന്നത്, നിന്റെ കവിളും ഈ സൈഡിലും കൂടെ ഒരു കാറ്റ് പോലെ എന്തോ ഒന്ന് അടിച്ചു. ഞാൻ പറയണത് ശരിയാണോ അവളെ? അപ്പൊ നിനക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. പെട്ടെന്ന് നിനക്ക് തോന്നി, ഈ രാവിലത്തെ സുപ്രഭാതം അതുപോലത്തെ പരിപാടികളൊക്കെ വെക്കുമ്പോഴേ കിളികളുടെ ശബ്ദം, എന്തൊക്കെയോ ശബ്ദം കേൾക്കത്തില്ലേ? നീ ഏതോ രാവിലെ എഴുന്നേറ്റിരിക്കുന്ന ഒരു അതുപോലൊരു സ്ഥലത്തേക്ക് നീ പോയതുപോലെ തോന്നി. ഞാൻ പറയണ ചുമ്മാ പറയാണോ? ഒരു പ്രഭാതത്തിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് എന്തൊക്കെയോ കേട്ടോണ്ടിരിക്കണ പോലെ നീ കേൾക്കാൻ തുടങ്ങി. അപ്പൊ നീ പറഞ്ഞു, കർത്താവേ എന്നോട് സംസാരിക്കണേ നീ പറഞ്ഞു. മോളെ, നീ വിലപ്പെട്ടതാടി. യു ആർ വാല്യുബിൾ. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പോകുന്നു. യേശു നിന്റെ സ്ഥിതികളെ മാറ്റും. യേശു മോളെ ഉപയോഗിക്കും. മോളെ, നീ കോളേജില് ഒരു കൂട്ടായ്മ തുടങ്ങണം. നിന്റെ കോളേജിൽ നീ ഒരു കൂട്ടായ്മ തുടങ്ങണം. പക്ഷെ നിന്നെ ആരും അംഗീകരിക്കത്തില്ല, നിന്നെ ആളുകൾ കളിയാക്കും. നീ ആരായിരുന്നു അവർക്കറിയാം. അവരുടെ നടുവിൽ നിന്ന് പറയണം, ഞാൻ യേശുവിലേക്ക് വന്നത് പറയാം. എങ്കിൽ ഞാൻ നിന്നോടൊരു ചലഞ്ചിങ് വേർഡ് പറയാം. ഈ വരുന്ന ദിവസം മുതൽ പരിഹാസമുള്ള ആളുകളുടെ നടുവിൽ നിനക്കൊരു കൂട്ടത്തെ ദൈവം തരും. നിങ്ങളെന്താ കൈയടിക്കാത്തെ? ആമേൻ പറയാത്തെ? യേശു ചിലരെ തൊടുന്നതിന് നന്ദി പറഞ്ഞ്, യേശു ചിലരെ തൊടുന്നതിന് നന്ദി പറഞ്ഞ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ്, ഇതാ എന്റെ ദിവസമാണെന്ന് പറഞ്ഞ്. അവളുടെ തലയിലൊന്ന് കൈവച്ചിട. ഒരാള് രണ്ടുപേരും അവളെ പുറകെ നിന്നേ. കർത്താവിന്റെ ശക്തി അവളുടെ മേൽ വരട്ടെ അപ്പ. കർത്താവിന്റെ ശക്തി അവളുടെ മേൽ വരട്ടെ അപ്പ. കർത്താവിന്റെ ശക്തി അവളുടെ മേൽ വരട്ടെ അപ്പ. അവൾ ഇന്നു മുതൽ ദർശനങ്ങൾ കാണുന്ന, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഉറപ്പുള്ള ഒരു മോളായി എഴുന്നേറ്റ് വരട്ടെ.
എപ്പോഴും അവളെ നടത്തുന്ന ഒരു ശബ്ദം അവൾ അനുഭവിക്കട്ടെ. Now I release it, Lord. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ചെറുപ്പക്കാരെ നോക്കിയിട്ടൊരു കാര്യം പറയട്ടെ, ഒരു സീസൺ എഴുന്നേൽക്കുന്നു, നിങ്ങളുടെ സമയമാണ്. ഞാൻ ചെറുപ്പക്കാരെ നോക്കി ഒരിക്കൽ കൂടെ പറയട്ടെ, ഒരു സീസൺ എഴുന്നേൽക്കുന്നു, അത് നിങ്ങളുടെ സമയമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. സോളിൽ ഇറങ്ങിച്ചല്ലോ അവിടെ അവരുടെ അടുക്കലേക്ക് ചെന്നേ. റാന്തനോ റാനിയാന്തലക്കോ ലീഡ്. ഈ 4 പേരൊന്ന് മുന്നോട്ട് കയറി നോക്കോ. 4 പേരൊന്ന് മുന്നോട്ട് കയറി നോക്കോ. സോളി അമ്മയുടെ 2 ചെവിയിലേക്കും കൂടെ കൈവച്ചേ. പുറകെ നിന്ന് യേശുപ്പിച്ച ഈ അമ്മയുടെ 2 ചെവി ഇപ്പോൾ തുറക്കട്ടെ. 2 ചെവി ഇപ്പോൾ തുറക്കട്ടെ. അമ്മയ്ക്കൊരു പ്രശ്നം കൂടെ ഉണ്ട്. അമ്മയുടെ നെഞ്ചിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അമ്മയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാവും, നെഞ്ചുവേദന ഉണ്ടാവും. 2 ഇപ്പൊ അമ്മയെ കർത്താവ് സൗഖ്യമാക്കും. എന്റെ യേശുവിന്റെ അത്ഭുതകര അമ്മയെ തൊടും. ഇപ്പോൾ അമ്മ വിടുവിക്കപ്പെടും. ഈ അമ്മയുടെ അടുക്കിലേക്ക് വാസോളി. ഹല്ലേലൂയ. അമ്മയുടെ വയറ്റിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. അതോടൊപ്പം അമ്മയ്ക്ക് ചെവിക്ക് കേൾവിയിലെ പ്രശ്നമുണ്ട്. ഇത് 2 ഇപ്പോൾ സൗഖ്യമാകും. യേശു അമ്മയെ സൗഖ്യപ്പെടുത്തും. ഒന്ന് കൈയടിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ. കുറച്ചും കൂടെ ശബ്ദം ഉയർത്തിക്കേ. യേശുവെ എന്ന് വിളിച്ചേ. തങ്കച്ചാന്റെ വൈഫും വന്നേ. തങ്കച്ചാന്റെ വൈഫും വന്നേ. ഇവരുടെ വയറ്റിലേക്ക് ഒന്ന് കൈവച്ചേ. അമ്മേ, നിങ്ങളുടെ വയറ്റിലുള്ള തടിപ്പുകൾ നിമിത്തം നിങ്ങളുടെ ദേഹത്ത് നീർക്കെട്ടുണ്ടാകും. എന്നാൽ ഇന്ന് അത് സൗഖ്യമാകുക. ശക്തികൾ അഴിഞ്ഞുപോട്ടെ. ഈ മോളെ അടുക്കി ചെന്നേ സോളി. ആ ബല വഴിയട്ടെ, പ്രാർത്ഥിക്കേ. ആ ബല വഴിയട്ടെ. മോളെ മോളെ ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ കേൾക്കുമെന്ന് എൻ്റെ വിശ്വാസം. നീ സുവിശേഷ വേലയ്ക്കുള്ളതാ. നിന്റെ ചെവി വന്ന അനുഭവം ഞാൻ പലപ്പോഴും ഏഞ്ചൽസ് എൻ്റെ അടുക്ക വരുമ്പോൾ എനിക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ കുഞ്ഞുങ്ങളോടും സോളിയോടൊക്കെ അത് പറയുമായിരുന്നു. അതേ ആളെ ഞാൻ നിന്റെ അടുക്കൽ കണ്ടേ. അതിന്റെ അർത്ഥം നിന്നെ ദൈവം അതിനായി ഉപയോഗിക്കാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഈ മോളെ ഒരു ലീഡർഷിപ്പിൽ കൊണ്ടുവരണം. ഈ മോളെ ഒരു ലീഡർഷിപ്പിൽ കൊണ്ടുവരണം. മോളെ നീ എവിടുന്നാ വരുന്നേ? തൃക്കൂർ. നീ അവിടെ ഒരു കൊച്ചു മീറ്റിംഗ് തുടങ്ങണം. നിന്റെ വായിൽ ദൈവം വചനം തരും. യെരമ്യാവിനെ പോലെ നിന്റെ വായിൽ ദൈവം വചനങ്ങളെ തരും. നീ അതിനായി പ്രയോജനപ്പെടും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കേ. യേശുവേ എന്ന് വിളിക്കേ. യേശുവേ എന്ന് വിളിക്കേ. ഇവര് പോയിക്കട്ടെ. കർത്താവിനെ സൗഖ്യമാക്കിയെന്ന് വിശ്വസിക്കേ. ആ നീല ചുരിദാറിട്ടെ ചേച്ചി, 2ാമത്തെ ലൈനിൽ ഇരിക്കുന്നയാളോ? നിങ്ങൾ ആദ്യമായിട്ട് വരുവാണോ? നീ വന്നത് നിന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, നിന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഹസ്ബൻഡ് എന്ത് എവിടെ ചെയ്യുന്നു? വക്കീൽ ഗുമസ്തനാണ്. ഞാൻ അദ്ദേഹത്തിന് കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന്. യേശു ആ മനുഷ്യനെ കൂടെ തൊടുവാനിടയാകും. അത്ഭുതപൂർവമായ ഒരു വിടുതൽ നിങ്ങളുടെ ഹസ്ബൻഡിനുണ്ടാകും. ചേച്ചിക്കൊരു പ്രശ്നമുണ്ട് ചേച്ചി, ഞാൻ പറഞ്ഞോട്ടെ. ചേച്ചിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ കുഞ്ഞിന് വേണ്ടി ചേച്ചി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചേച്ചിയും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എന്നെ കൂടെ തൊടണേ കർത്താവേ. ഞാൻ ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കും. മടിയിലിരുന്ന കൊച്ച്, ചേച്ചിയുടെ സ്കിന്നിനെ കർത്താവ് സൗഖ്യമാക്കും. അതുമല്ല, നിങ്ങളുടെ ജോയിൻസുകളിൽ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കൈകൾക്ക് മരവിപ്പുണ്ടാകും. യേശു കർത്താവ് ഇന്ന് പകൽ നിങ്ങൾക്കൊരു അത്ഭുത സൗഖ്യം ഉണ്ടാകും. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണ്. ആദ്യമായിട്ട് വരികയാണ്. എവിടുന്ന നിങ്ങൾ വരുന്നേ? പട്ടാമ്പി. യേശുവിന്റെ കരങ്ങൾ ഇന്നൊരു അത്ഭുത സൗഖ്യം നിങ്ങൾക്ക് തരികയാണ്. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ഞാൻ കുറച്ചു നേരം കൂടെ പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് പ്രസംഗിച്ചാൽ മതിയോ? ഇന്നലെ ഒരു തമാശ ഞാൻ കണ്ടതേ. അതെ, നിങ്ങളുടെ അച്ഛനാണോ ഇരിക്കുന്നേ? അച്ഛനോട് എഴുന്നേക്കാൻ പറഞ്ഞേ. നമ്മൾ അച്ഛന് വേണ്ടി എന്തോ പ്രാർത്ഥിച്ചേ? ചെവി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ എന്തോ പ്രാർത്ഥിച്ചു അച്ഛന് വേണ്ടിയിട്ട്? നിന്റെ അച്ഛനെയും കൂടെ സൗഖ്യമാക്കാൻ പ്രാർത്ഥിച്ചു. നിന്റെ അച്ഛന് കാഴ്ചക്കുറവുണ്ടോ? കാഴ്ചക്കുറവുണ്ട്. അച്ഛനോട് ചോദിച്ചേ. അത് പ്രത്യേകിച്ച് ഒരു കണ്ണിനകത്തൊരു കരട് പോലെ ഒരു കറുത്ത സ്പോട്ടുള്ളത് പോലെ തോന്നുവോ? അത് ഇടത്തെ കണ്ണിലല്ലേ? ആ ഇടത്തെ കണ്ണ് ഇന്ന് കർത്താവ് സൗഖ്യമാക്കുക. ഏമേ, കുറച്ചും കൂടെ ചാർജായി വരട്ടെ. അപ്പച്ചന് വയറിൽ വല്ല ഇഷ്യൂ ഉണ്ടോ? അപ്പച്ച
എനിക്ക് നിങ്ങളുടെ അസുഖം മനസ്സിലായില്ല, പക്ഷെ അപ്പച്ചൻ്റെ വയറ്റിലെ ആ പുക്കിൾ കൊടിയിൽ കുറച്ച് അടുത്തായിട്ട് കർത്താവിൻ്റെ കൈ ഇരിക്കുന്ന എനിക്ക് കാണാം. അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ കർത്താവ് നിങ്ങൾക്കൊരു സൗഖ്യം തരും. ആമേൻ. Come on, കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കേ, യേശു എന്ന് വിളിക്കേ. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ കരങ്ങൾ ഈ ഹോളിലുണ്ട്. യേശു ചിലരെ ഇന്ന് സൗഖ്യമാക്കും. യേശു ചിലരെ ഇന്ന് വിടുവിക്കും. യേശു ചിലരെ ഇന്ന് സൗഖ്യമാക്കും. അപ്പച്ചന്റെ ഇടത്തെ കാലിനും ഒരു കാലിനും അതിന് താഴോട്ടും ഡിസ്കിനകത്തുണ്ടായ ഒരു ഇഷ്യൂ നിമിത്തം രക്തോട്ടം ഇല്ലാതായി പോയി. അങ്ങനെയാണോ മോളെ? അറിയാവോ കാര്യം? നിനക്കറിയാവോ? ഞാൻ പറഞ്ഞ പോലെയാണോ അച്ഛനുള്ളത്? അതെ. ഇവിടുന്ന് താഴോട്ടങ്ങ് ഭയങ്കര ഒടിയുന്ന വേദനയാണ്. തൊട്ടാ ചിലപ്പോ അറിയില്ല. ആ മരവിപ്പും ആ വേദനയും ഇപ്പൊ സൗഖ്യമാകും. സല്ലേ അവിടെ കൈവച്ചേ. അപ്പച്ചന്റെ ഹിപ്പിന്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ വലത്തെ കാലിന്റെ ഇവിടെ, അവിടെയല്ലേ വേദനിക്കുന്ന അപ്പച്ച? ഇവിടെ, ഇവിടെയും അത് സൗഖ്യമാവുക. നിങ്ങൾ അറിയേണ്ടതേ, ചിലരുടെ എല്ലാം പ്രശ്നം എന്നാണെന്നറിയോ? ഞാൻ ഇങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ അയാൾ സൗഖ്യമാവുള്ളെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല കാര്യം. ആ ആള് സൗഖ്യമാകുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും സൗഖ്യമാകാം. ഇത് ചില സമയത്ത് കാലിലും വരും. കാലിലുണ്ട്, 2 കാലിലുണ്ട്, ശരീരത്തില് 1-2 സ്ഥലത്തുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച സൗഖ്യമാവുമോ? ഞാൻ ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുതൽ ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു, എന്നെയും കൂടെ പാസ്റ്റർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്നെയും കൂടെ ബ്രദർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ പറഞ്ഞോണ്ടിരിക്കില്ലായിരുന്നു. ഞാൻ ഈ ചികിത്സിച്ചിട്ട് മടുത്തു. ഈ ചികിത്സിച്ചിട്ട് പറ്റാത്ത സ്ഥലത്തെല്ലാം എൻ്റെ കർത്താവിന് ചിലവ് ചെയ്യാൻ പറ്റുമോ? ആമേൻ പറഞ്ഞേ. എനിക്ക് ഈ സ്കിൻ പ്രോബ്ലം ഉള്ള ആളുകളെ കാണുമ്പോൾ പ്രത്യേകമായി ഒരു പാഷൻ വരും. കാരണം എൻ്റെ സ്കിന്നിൽ പ്രശ്നം ഉണ്ടായതിനു ശേഷം അതിൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സ്കിൻ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേലൊരു പ്രത്യേക ഭാരം ഉണ്ടാവും. ദൈവം അവർക്കൊരു വലിയ സൗഖ്യം നൽകട്ടെ. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കുകയൊക്കെ ചെയ്യാം. ക്ഷീണമുണ്ടോ? നെഞ്ചിലോട്ട് കൈവേ. കർത്താവേ, ഞാൻ ഈ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹിക്കുന്ന കാര്യം ഈ കുടുംബത്തെ തൊടട്ടെ. അങ്ങയുടെ സ്നേഹിക്കുന്ന കാര്യം ഈ കുടുംബത്തെ തൊടട്ടെ. ഈ കാലിന്റെ ജോയിൻസുകളിലും കൈയുടെ മടക്കുകളിലും ഒക്കെ വേദന വരുമോ? ഇന്ന് സൗഖ്യമാവേ. യേശു അങ്ങയുടെ അത്ഭുത കരം തൊട്ടാട്ടെ. ഇരുട്ടിന്റെ ശക്തിയും കഴിയട്ടെ. സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ആ ബലം മാറിപ്പോട്ടെ. കർത്താവ് ഈ കുടുംബത്തെ തൊട്ടാട്ടെ. അങ്ങയുടെ അത്ഭുത കരം തൊട്ടാട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ. എന്നോട് കർത്താവിനെ കാണിക്കുന്നത് പൈൽസ് രോഗമുള്ള ആളുകൾ സൗഖ്യമാകുന്നു. നിങ്ങളെന്താ ആമയും പറയാത്തേ? നിങ്ങളുടെ പൈൽസ് നിങ്ങളെ വിട്ടുപോകാൻ പോകുന്നു. പൈൽസ് മാത്രമല്ല, ഫിസ്റ്റുല, ആ ഭാഗത്ത് പൊട്ടിയിട്ട് ചോര വരുന്ന അനുഭവം, ഫിസ്റ്റുല സൗഖ്യമാകുന്നു. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിച്ച് അതിനെ റിസീവ് ചെയ്തേ. റിസീവ് നൗ, റിസീവ് നൗ, റിസീവ് നൗ. വയറ്റിൽ വല്ല കുഴപ്പമുണ്ടോ? വയറ്റിലും മുഴയുണ്ടോ? അവിടെയാണ് ചോര വരുവോ? ഇപ്പൊ അത് മാറുവാണേ. ഹിർണിയാണോ വയറ്റിലുള്ളേ? അതോ മുഴയാണോ? മുഴയാണ്. തൊട്ടാലറിയാം. മോനെ ഒന്ന് എടുത്തിട. ഇതാണ് ആ കാണുന്ന സാധനം. ഇപ്പൊ സൗഖ്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ച്. ഇപ്പോൾ ആ മഴകൾ മാറിപ്പോകട്ടെ. അളവില്ലാതെ നിറയണവേ, അളവിൽ
അളവില്ലാതെ എന്നിൽ നിറയണമേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ആ കണ്ണാടി വെച്ച വെള്ള ഷർട്ട് ഇട്ടയാള് ഭാര്യയും ഭർത്താവുമാണോ? നിങ്ങൾ രണ്ടുപേരും കൂടെ മുന്നോട്ട് വരാമോ? നിങ്ങൾ ആദ്യമായിട്ട് വരുവാണോ? എറണാകുളത്ത് ഒരിക്കൽ വന്നിട്ടുണ്ട്. വരൂ, കുഞ്ഞുങ്ങളുമായിട്ട് വരൂ. അളവില്ലാതെ അളവില്ലാതെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ഉയർത്തിക്കേ. ഈ ബ്രദറിന്റെ ഉള്ളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഡിപ്രഷൻ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ ഡിപ്രഷൻ മാറട്ടെ. യേശുവിന്റെ സൗഖ്യമാക്കുന്ന കാര്യം ഈ വീടിനെ തൊടട്ടെ. മാനസിക ആരോഗ്യം ഉണ്ടാകട്ടെ. പറയുന്നേ ദൈവശക്തി തൊടട്ടെ. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് എവിടുന്ന് വരുവാ? കുന്നംകുളം. വീട്ടിലൊരു പ്രയർ തുടങ്ങണം. എന്താ പേര്? ഷൈജു. ആരുടെ കൂടെ വന്ന? ഒറ്റയ്ക്ക് വന്നേ ഉള്ളൂ? എന്ത് ഷൈജുവിന്റെ ഫാമിലി? എന്ത് ഷൈജുവിന്റെ ഫാമിലി? കുന്നംകുളം ഷൈജുവിന്റെ കുടുംബം. എന്നോട് കർത്താവ് ഈ ദിവസങ്ങളിൽ പറയുന്നൊരു കാര്യം, കുന്നംകുളത്ത്, എന്റെ ജന്മനാടോ കുന്നംകുളം, കുന്നംകുളത്ത് ഒരു വലിയ ചലനം ഉണ്ടാവും. ഷൈജുവിനുമായി പ്രാർത്ഥിക്കുന്നപ്പാ. എന്ത് തൊഴിൽ ചെയ്യുന്ന മോനെ നീ? എന്ത് തൊഴില ചെയ്യുന്നേ? പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാം. ഞാൻ എന്തിനാ ഷൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? വീടില്ല, സാമ്പത്തികമായിട്ട് തകർന്നു. നിങ്ങൾക്ക് തലമുറകളുണ്ടോ? കുഞ്ഞുങ്ങളുണ്ടോ? കല്യാണം കഴിഞ്ഞോ? എത്ര പേരുണ്ട്? 3 പേര്. കർത്താവേ, ഞാൻ ഈ ഷൈജുവിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ പോയി നിന്നേ. ഷൈജു പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? കുന്നംകുളത്ത് വരുന്നുണ്ടോ? കുന്നംകുളത്ത് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. എത്ര നാളായി? ലിവർ പോയിട്ട് എത്ര നാളായി? ഇനി ഇദ്ദേഹം ജീവിക്കുമോ അതോ കുറച്ചു നാൾ കഴിഞ്ഞ് ഇങ്ങനെ മരിച്ചു പോവോ? എന്താ നിങ്ങൾ വിശ്വസിക്കണേ? ജീവിക്കണം എന്നത് ശരി, പക്ഷെ ഇങ്ങനെ ജീവിക്കുമോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഡോക്ടർമാരുടെ ഭാഷയിൽ ലിവർ ഇല്ല. ആ ലിവറിനകത്തൊരു മുഴ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് തീർത്തില്ലാതെയായി. ഇനി മാറ്റി വെക്കാനായിട്ട് പൈസയില്ല. മാറ്റി വെച്ചിട്ടും ശരിയാവില്ല. ഇയാളെങ്ങ് മുമ്പിൽ വിട്ടെ. മെല്ലെ കൊണ്ടുപോണേ. മരിക്കണം മരിക്കണം എന്നങ്ങ് തോന്നും. അങ്ങനെയല്ലേ? നിനക്ക് പിള്ളേരായോ? പറ. ആ കാരണം കൊണ്ടാണോ മരിക്കണം മരിക്കണം തോന്നേ? അതുമല്ല, വീട്ടിൽ വിടാതൊരു വഴക്കുണ്ട്. ആ വഴക്ക് കാണുമ്പോഴെല്ലാം തോന്നും മരിച്ചാൽ മതിയെന്ന്. നിനക്കൊരു ഇഷ്യൂ ഉള്ളത് ഇന്ന് സോൾവ് ആവും. നിന്റെ യൂട്രസിനകത്ത് പോളിപ്പുണ്ട്. അത് കാരണം പീരീഡ്സിൽ കുറച്ച് ഇഷ്യൂസ് വരും. ശരിയാ? അതുമല്ല മോളെ, നിന്റെ ഈ പുറമേ കാണുന്ന പോലെയല്ല, നിന്റെ സ്കിന്നിനകത്ത് മുഴുവൻ ഇഷ്യൂ ആവും. അത് കാരണം നീ പറയുന്ന എന്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമാവത്തില്ല, അയാൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല, അങ്ങ് തോന്നും. അത് കാരണമാ നീ പറയുന്നത് എന്റെ സ്കിന്ന് ഇനി മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, മരുന്ന് കഴിച്ച് മടുത്തു. ഇവളെ കാണുമ്പോ ഒരു കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഇവളുടെ സ്കിന്ന് മുഴുവൻ പ്രശ്നമാ. ഇവളെ കണ്ട നല്ല സുന്ദരിയായിട്ടിരിക്കുവോ, പക്ഷെ ഇവളുടെ സ്കിന്ന് മുഴുവൻ പ്രശ്നമാ. ചില സമയത്ത് അത് പൊട്ടിയിട്ട് അഴുകും. അഴുകിയിട്ട് അതിൽ കുറേശ്ശെ വെള്ളം എടുക്കും. അവൾക്ക് തന്നെ ദുർഗന്ധമോ, അതുകൊണ്ട് ചില വേഷം അവൾക്ക് ഇടാനൊക്കത്തില്ല. അത് കാരണമാണ് ഇവൾ മരിക്കണം മരിക്കണം എന്ന് പറയുന്നത്.
എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ സ്കിന്ന് നാശമായി പോയി. ഞാനൊരു ചലഞ്ചിങ് വേർഡ് പറയട്ടെ, നിങ്ങളെന്താ ആമേൻ പറയാതെ? ഇത് മോളെ ഇവിടെയുള്ള ആർക്കും അറിയത്തില്ലല്ലോ, ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ കണ്ട നിങ്ങൾക്കോട്ട് കാണാൻ മനസ്സിലാകത്തുമില്ല. പക്ഷെ യേശു ഇന്ന് ഇവിടെ സഖ്യമാക്കും. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിച്ച് ആമേൻ പറഞ്ഞേ. യേശു ഇന്ന് ഇവിടെ വിടുവിക്കും. 2-3 തെളിവുകൾ കൂടെ എന്നെ കർത്താവ് പറയുക. ഇവളുടെ വലത്തെ കണ്ണിന് ഒരു പ്രയാസമുണ്ട്. ഇവിടെ വലത്തെ കണ്ണിനകത്ത് സൂചി കുത്തുന്ന പോലെ കുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ കണ്ണിന് മങ്ങലുണ്ട് ഇപ്പോ. ശരിയാ? അപ്പൊ നീ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു എല്ലാ അസുഖം, ഇനി എന്താ എനിക്ക് വരാത്തത്? നിനക്ക് എത്ര വയസ്സുണ്ട്? 20 വയസ്സേ ഉള്ളൂ. എല്ലാ അസുഖം, ഇനി എനിക്ക് എന്ത് അസുഖം വരാത്തത്? എന്നാൽ ഈ മോളെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കും. കുറച്ചും കൂടെ ചോണയായിട്ട് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇവിടെ ഇന്ന് കർത്താവ് വിടുവിക്കുവോ? പോ മോളെ. ഇവന്റെ കൂടെ ആരാ ഉള്ളേ? നിനക്ക് കള്ളുകൂടി മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. നിന്റെ കൈ വിറയ്ക്കുന്നത് കള്ളു കുടിക്കാത്ത കാരണമാണോ? ഈ വിറയ്ക്കുന്നത് കള്ളു കുടിച്ചായതാണോ? എന്താ നിന്റെ പേര്? എന്റെ പേര് കാർത്തിക്. കാർത്തിക്, നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിന് കഴിയുമെന്ന് കാർത്തിക് വിശ്വസിക്കുന്നു? ആദ്യമായിട്ട് കാർത്തിക് വരുവാ? ഇല്ല, ഇതിനിടയ്ക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ട്? ഇവിടെ തൃശ്ശൂർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ഹസ്ബൻഡിന്റെ അനിയനാ? ഇവൻ നേരത്തെ വന്നിട്ടുണ്ട്? കൊറോണയ്ക്ക് മുമ്പ്? കൊറോണയ്ക്ക് മുന്നേ നിർത്തിയതായിരുന്നു. വീണ്ടും എടാ, നിനക്ക് രക്ഷപ്പെടണോ? രക്ഷപ്പെടണം. കള്ളുകൂടി നിർത്തണോ? നിർത്തണം ആഗ്രഹമാണ്, നിർത്താൻ പറ്റുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ നിർത്താൻ ഞാൻ സഹായിക്കാടാ. എന്റെ കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന് അത് ചെയ്യാനായി കഴിയും. കമാണെന്ന് കൈയടിക്കുക, ഒരു ആമേൻ പറ. ഞങ്ങളെല്ലാം മദ്യപിച്ചിരുന്ന ആളുകളാ, പക്ഷേ യേശു ഞങ്ങളെ രക്ഷിച്ചു. കുറച്ചും കൂടെ ചോണയായിട്ട് ആമേൻ പറ. മദ്യത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. അതേ യേശുവിന് ഇവനെ വിടുവിക്കാനായി പറ്റും. നീ മുമ്പിൽ പോയെ. ആരുടെ കൂടെ വന്നാ? നിങ്ങളൊരു കുടുംബമോ? നിങ്ങളെ നേരത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫാമിലി എന്ന കർത്താവത്തോടും ആ മോളുടെ മേലും ദൈവം ഒരു ഡെലിവറൻസ് വയ്ക്കും. ഇനി ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാവേ. ചേച്ചിയോട് എന്താ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കാൻ പറഞ്ഞു വിട്ടിരുന്നേ? സ്കാൻ ചെയ്തിട്ട് എവിടെയായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നത്? രക്തക്കുഴലിൽ ഒട്ടിപ്പിടിച്ചിട്ട് ക്യാൻസർ ആയതായിരുന്നു. അപ്പൊ അത് അതിലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻസറിന്റെ ചെറിയ മുഴയിലുണ്ടായിരുന്നു. ക്യാൻസറിന്റെ മുഴയില് യൂട്രസിന്റെ ഭിത്തി ഒട്ടിപ്പിടിച്ചു. യൂട്രസിന്റെ അടുത്തായിട്ട്. ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് യൂട്രസ് ഒക്കെ എടുത്ത് നീക്കം ചെയ്തു. ഓക്കെ. എനിക്ക് വീണ്ടും പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വന്നത്. വീണ്ടും എനിക്കത് വളർന്നു. ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും അത് ആ സ്ഥലത്ത് തന്നെ വീണ്ടും വളർന്നു. ഇപ്പൊ ചേച്ചി പോയി പരിശോധിച്ചോ? അത് രക്തക്കുഴലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വളർന്നതും വീണ്ടും രക്തക്കുഴലായിട്ട് ഒട്ടിപ്പിടിച്ചു. ആ രണ്ടാമത്തെ സമയത്താണ് ചേച്ചി വന്നത്. സ്കാൻ ചെയ്തിട്ട് ഇപ്പൊ എന്താ ഡോക്ടർ പറയുന്നത്? ഒരു വലിയ കാര്യമാണ്. കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം വരുമ്പോ നേരത്തെ ക്യാൻസർ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞതാ. എന്നാൽ രണ്ടാമത് ക്യാൻസർ വന്നു. അത് കാരണം രക്തക്കുഴലില് ആ ക്യാൻസർ രക്തക്കുഴലിന്റെ മുകളിലൊക്കെ എന്തെങ്ങനെയാ രക്തക്കുഴലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ആ ക്യാൻസർ. സീരിയസ് കാര്യമാണ് എന്ന് പറഞ്ഞ രക്തക്കുഴലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ക്യാൻസറിന്റെ മുഴയുണ്ടായിരുന്നേ. അതുകൊണ്ട് ഡോക്ടർമാർക്ക് അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് എന്റെ യേശു ഓപ്പറേഷൻ ചെയ്തത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് ഉറക്കെ ആമേൻ പറഞ്ഞേ. അതിന്റെ പേര് അത്ഭുതം എന്നല്ലാതെ പിന്നെ എന്തുവാ പറയുന്നേ?
ഇപ്പൊ ചേച്ചി പറയുന്നത് സ്കാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമല്ലേ ചേച്ചിയോട് ഞാൻ ദൂത് പറഞ്ഞേ? കഴിഞ്ഞ മാസം. ഇത് കഴിഞ്ഞ മാസം ഞാൻ ചേച്ചിയോട് പറഞ്ഞ ദൂതാണ്. ഇന്ന് വരെ എന്തായാലും മനഃപൂർവ്വമായി സ്കാൻ ചെയ്തു. ആ സ്കാനിങ് റിപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കർത്താവ് ചെയ്തു എന്ന് പറയുന്നത് കാണാൻ വലിയ സന്തോഷമാണ്. അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. യൂട്യൂബില് പ്രാർത്ഥിക്കായിരുന്നു. ഓക്കെ, ഇതിന്റെ ഒരു കോപ്പി എടുത്തു വെക്കണേ. അതിന് എനിക്ക് ഒരുപാട് മാറ്റം എനിക്ക് എന്റെ ഭർത്താവിനും കുട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഓക്കെ ഓക്കെ, ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവേ. ഒക്കെ മാറി. ഇപ്പോ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇവൾക്ക് ആദ്യം ഉണ്ടായിരുന്നു മാറി വേഗം. ഞങ്ങൾക്ക് മൂന്നാളും ഭയങ്കര പ്രശ്നമായി. ഇവിടെയൊക്കെ മേലൊക്കെ ആകായിരുന്നു. ഓപ്പറേഷൻ സമയത്തും കൂടി എനിക്ക് ഡോക്ടർമാരൊക്കെ എന്നെ കണ്ടിട്ട് എന്താ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതൊക്കെ യേശു സൗഖ്യമാക്കി. അതാണ് എനിക്ക് പറയാനുള്ളത്. യേശുവാണ് എന്നെ മുഴുവൻ സൗഖ്യമാക്കിയത്. ചേച്ചിന് പറയാനുള്ളത് യേശുവാണ് എനിക്ക് സകലതും ചെയ്തത്. കൈ അടിച്ചു രാമേ. ചില നല്ല ഡോക്ടേഴ്സിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഭവങ്ങളിലാണ് നടക്കാനിടയായി. ഇതും ഒരു മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നയാളാണ്. നമുക്ക് ആ കരമൊന്ന് ഉയർത്തി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ലിവർ കംപ്ലീറ്റ് പോയി, മാറ്റി വയ്ക്കാൻ ഒക്കത്തില്ല. എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്? നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ആയ ഒരു അത്ഭുതം ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. യേശു എന്ന അത്ഭുതങ്ങളെ ചെയ്യുന്നു. നിങ്ങൾ എന്താ കൈയടിക്കാത്ത ഒരു ആമേൻ പറയാതെ? ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞു. നമ്മൾ അടുത്ത മാസം ഇതേതൊരു സാക്ഷ്യം നമുക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആ വലത്തെ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. മരണത്തിൽ നിന്ന് ഇദ്ദേഹം ജീവനിലേക്ക് വരട്ടെ. പറ എല്ലാവരും പറ. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. എല്ലാവരും പ്രാർത്ഥിച്ചു. ചേട്ടാ, ഞാൻ മരിച്ചു പോവുകയുള്ളൂ എന്ന് ഇനി പറയല്ലേ. ഞാൻ മരിച്ചു പോവുകയുള്ളൂ എന്ന് ഇനി പറയല്ലേ. പറഞ്ഞേ, എനിക്ക് ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. പറ. നിങ്ങൾ ആ കാര്യങ്ങൾ ഉയർത്തിക്കേ. ഫാദർ, കണ്ണടയ്ക്കേ പിച്ച. യേശു പിച്ച, ഈ വയറ് നിങ്ങൾ കാണുക ചുരുങ്ങണോ? ഇപ്പോ നിങ്ങൾ ആരും കരം ഉയർത്തിക്കേ. ഇപ്പൊ ചുരുങ്ങണം, നാളെയല്ല, ഇപ്പോ. അങ്ങയുടെ ശക്തി ഇപ്പോൾ, അങ്ങയുടെ ശക്തി ഇപ്പോൾ, ഇപ്പോൾ ഈ വയർ ഇപ്പോൾ, ഇപ്പോൾ അങ്ങയുടെ തീ കൊണ്ട് ഈ വയറ് സന്ദർശിക്കണം. പുറകെ നിന്നോണെ. ദൈവശക്തി തുടരണം. ഇദ്ദേഹത്തിന് മേല കൈ ചലിക്കുന്നതിന് നന്ദിയപ്പ. ഇതിന് മേല കൈ ചലിക്കുന്നതിന് നന്ദിയപ്പ. സൂപ്പർ നാച്ചുറലായി ചലിക്കുന്നതിന് നന്ദിയപ്പ. ലിവർ നോർമൽ ആകട്ടെ. ഒരു പുതിയ ലിവർ ഉണ്ടാകട്ടെ. ഒരു പുതിയ ലിവർ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഉളവാകട്ടെ. ഈ ചേച്ചിയോട് കൂടെ പറയുന്നേ, കർത്താവിന്റെ ശക്തി കുടുംബത്തെ തൊടട്ടെ. എന്താ ബ്രദറിന്റെ പേര് പറഞ്ഞേ? ഷൈജു. ഷൈജുവിനോട് ഞാൻ പ്രാർത്ഥിക്കട്ടെ. കുടിക്കുവോ ഷൈജു? ഷൈജുവിനെ കുടിക്കല്ലേ? നിങ്ങൾക്ക് കുന്നംകുളത്തൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ പോണം. ഷൈജു വരുന്നുണ്ട്. എനിക്ക് രൂപ തന്നെ ഷൈജു. ഇനി യേശുവിനോടൊപ്പം നിൽക്കണം. കർത്താവ്, ഞാൻ ഷൈജുവിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുതകരം ഷൈജുവിനെ തൊടുന്നു. അവിടെ നിനക്ക് കഴുത്തും നടുവിനും എന്തെങ്കിലും വേദനയുണ്ടോ? ഇവിടേക്കൊന്ന് കൈവച്ചേ. അവിടെയല്ലേ വേദനയുള്ളത്? നടുവിനുണ്ട് അതുപോലെ അല്ലേ? കർത്താവ്, ഇതങ്ങ് സൗഖ്യമാകട്ടെ. അപ്പ അങ്ങയുടെ ശക്തി ചലിക്കട്ടെ. അമ്മയ്ക്ക് സ്കിന്നിനകത്തോ തൊലിപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ കാലിന്റെ മേളിലുള്ള യേശുപ്പച്ചൻ ഇന്ന് അമ്മയുടെ കാലിന്റെ തൊടയിലുള്ള സ്കിൻ പ്രോബ്ലത്തെ സൗഖ്യമാക്കും. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ അമ്മയ്ക്ക് നട്ടലിന് പ്രശ്നമുള്ളത് അറിയാമോ നിങ്ങൾക്ക്? അമ്മയുടെ നടു ഇപ്പൊ സൗഖ്യവും. കൈയടിക്കുക, ഒരു ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ നട്ടല് സൗഖ്യമാണ്. അങ്ങയുടെ അത്ഭുത കരം തൊട്ടാട്. അങ്ങയുടെ അത്ഭുത കരം തൊട്ടാട്. സൂപ്പർ നാച്ചുറലായി നിന്റെ കരം ചലിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി എന്താ ഞാൻ പ്രാർത്ഥിക്കട്ടെ? ഇദ്ദേഹത്തിന്റെ വർക്ക് എന്ത് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നേ? എവിടെ?
രുചിയുള്ള ആഹാരം ഉണ്ടാക്കുന്നത് കഴിവുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ആളുകളെ തേടി ഞങ്ങളൊക്കെ നടക്കണം. എവിടെയാ നല്ല ഹോട്ടല്, നല്ല റെസ്റ്റോറന്റ്, എവിടെയാ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അങ്ങനെയല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഒരു ഉയർച്ചയില്ല ബ്രദറെ. അതുമല്ല, നിങ്ങൾക്കൊരു പുതിയ കാര്യം കണ്ടെത്തണം എന്നുള്ള മനസ്സ് പോയി. നിങ്ങളുടെ ആ മേഖല ചത്തുപോയി. അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാ എക്സ്ട്രീമായിട്ട് ചിലത് ഉണ്ടായി വരുന്നേ. ഇപ്പൊ ഈ പ്രൊഫഷൻ തന്നെ വിടണം എന്നാണോ ചിന്തിക്കുന്നേ? ഈ പ്രൊഫഷൻ തന്നെ വിടണം എന്നാണോ ചിന്തിക്കുന്നേ? ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്നാന്നറിയാമോ? ഒരു പുതിയ സാധനം കണ്ടെത്താൻ ആഗ്രഹിക്കത്തില്ല. അങ്ങ് അതേപോലെ അങ്ങ് പോകും. സ്വന്തമായിട്ട് കണ്ടെത്താൻ, സ്വന്തമായിട്ട് വരണമെങ്കിൽ ഇദ്ദേഹത്തിന് ഒത്തിരി കഴിവുണ്ട്. പക്ഷെ അത് പ്രകടമാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങണം. ഞാനിന്ന് പ്രാർത്ഥിക്കട്ടെ, ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു നല്ല പാചകക്കാരനാവട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? ഇദ്ദേഹത്തിന് സ്വന്തമായ സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? കൈയടിച്ച്. എൻ്റെ ഒരു കൂടെ പഠിച്ച പയ്യന് ശമ്പളം മേടിക്കുന്നത് 14 ലക്ഷം രൂപയാണ് പെർ മന്ത്. അവന് എല്ലാ മാസവും ഒരു പുതിയ സാധനം ഉണ്ടാക്കി കുടിക്കും. നിങ്ങളെന്താ ആമീൻ പറയാതെ? എനിക്കറിയാവുന്നൊരു ഷെഫ് വിദേശത്തുള്ളത് ഏറ്റവും കുറഞ്ഞ 10 ലക്ഷം രൂപയുടെ ശമ്പളം. ഇദ്ദേഹത്തിനെ ആ സ്ഥിതിയിലേക്ക് ദൈവം ഉയർത്തട്ടെ. നിങ്ങൾ ക്ഷീണിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ക്ഷീണിച്ചിട്ടില്ലാത്തവരൊന്ന് കൈയടിച്ചവരെ ആമീൻ പറഞ്ഞേ. എനിക്ക് നിങ്ങളെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സംസാരിക്കണം. നമ്മൾ നിനക്ക് കഴുത്തിനോ നടുവിനോ വല്ല വേദനയുണ്ടോ? പറ. ഇയാളുടെ കഴുത്തിലോട്ട് കൈ വെച്ചേ. പ്രസവത്തിന് ശേഷം ആ ഹിപ്പിലൊക്കെ കൈ വെച്ചേ. യേശു ഞങ്ങളുടെ അത്ഭുതകരം ഈ കുടുംബത്തെ തൊട്ടട്ടെ. ദൈവശക്തി മോളെ തൊടട്ടെ. ദൈവശക്തി മോളെ തൊടട്ടെ. അങ്ങയുടെ കൃപ ഈ വീട്ടിന്റെ മേൽ ചലിക്കട്ടെ. മോനെ, നിങ്ങൾ രണ്ടുപേരും പ്രയറിന് വരണം, മുടങ്ങാതെ വരണം. നിങ്ങൾ തൃശ്ശൂർ ഉള്ളെങ്കിൽ തൃശ്ശൂർ മീറ്റിങ്ങിന് വരണം, എറണാകുളം ഉള്ളെങ്കിൽ എറണാകുളത്തെ ചർച്ച വരണം. നിങ്ങൾക്ക് ഇന്നു മുതൽ ദൈവം വാതിലുകളെ തുറന്നു തരുന്നത് കാണാം. കർത്താവ് ഈ കുടുംബത്തെ തൊട്ടാട്ടെ. അങ്ങയുടെ ശക്തി ഈ വീടിന്റെ മേൽ ചലിക്കട്ടെ. ആരെ ഒരാളിനോട് ചോദിച്ചു, ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ ഈ കാര്യം നടക്കാത്തത്? ഞാൻ വിശ്വസിച്ചിട്ട് എന്താ ഈ പ്രവൃത്തി സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യത്തിന് മാത്രം മാറ്റമില്ലാത്തത്? ആരോ ഒരാളിനോട് ചോദിച്ചു. ഇന്നലെ കട്ടപ്പന ചെന്നപ്പോൾ കട്ടപ്പന ഉണ്ടായിരുന്നൊരു സാക്ഷ്യം. ഒരു ചേച്ചിയുടെ വെള്ളപ്പാണ്ട് 10 വയസ്സ് മുതൽ ഉണ്ടായിരുന്ന വെള്ളപ്പാണ്ട് 52 വയസ്സുണ്ട്, സൗഖ്യമായി. അപ്പോൾ പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ വാണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആ ചേച്ചിയെ കണ്ട പോലും ആളുകൾ അറിയത്തില്ല. 10 വയസ്സിലുണ്ടായ പാണ്ടാണ്. ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. മുഖം മുഴുവൻ വെളുത്തിരിക്കുവോ കണ്ടറിയത്തില്ല. ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദർ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ ഉണ്ടായി, എന്നിട്ട് എന്താ ബ്രദർ സൗഖ്യമാവാതെ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആ മേഖലയിൽ ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ലെന്ന സത്യം. നിങ്ങളുടെ സ്വത്രം പോയോ? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ മേഖലയിൽ എനിക്ക് സൗഖ്യം ഉണ്ടായേനെ. നിങ്ങളുടെ ശ്വാസം പോയത് എന്താ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏത് മേഖലയിലാണോ വിശ്വാസമുള്ളത് ആ മേഖലയിൽ മാത്രമേ ദൈവത്തിന് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചില ആളുകളോട് ചോദിച്ചു, ബ്രദർ എന്നിട്ട് ഇത്രയും വർഷമായിട്ട് ബ്രദറിന് ആ മേഖലയിൽ വിശ്വാസം വരാൻ എന്താ? ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. ഞാൻ ഓരോ ദിവസവും ദൈവദിനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ദിവസങ്ങളിലാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 6 മാസമായിട്ട് ഞാൻ ഈ കാര്യം ഫോക്കസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ മേഖലയിൽ വലിയ സൗഖ്യം വേണമെന്ന്. നിങ്ങളുടെ കൈയടിയില്ലാത്ത എന്താ? അതുകൊണ്ട് എനിക്കൊരു ധൈര്യത്തോടെ പറയാം, വേഗത്തിൽ ഞാൻ ആ സൗഖ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കും. ഞാൻ തിരിച്ചു പറയാം, നമ്മുടെ എല്ലാം പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ അറിവില്ലായ്മ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, അറിവില്ലായ്മയാണ് പ്രശ്നങ്ങളുടെ കാരണം. അറിവില്ലായ്മയാണ് പ്രശ്നങ്ങളുടെ കാരണം. നിങ്ങളുടെ പല പ്രാർത്ഥനയ്ക്കും ഉത്തരവില്ലാത്തതിൻ്റെ കാരണം അറിവില്ലായ്മയാണ്. പക്ഷെ അത് നമ്മുടെ അകത്ത് അറിയത്തില്ല. നമുക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തത് അറിവില്ലായ്മയാണെന്നുള്ള കാരണം നമ്മുടെ അകത്തില്ല. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. 1 യോഹന്നാനിലേക്ക് വരാം. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. 13-ാമത്തെ വാക്യം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ആർക്ക് എഴുതിയ ലേഖനമാണ്? വിശ്വസിക്കുന്ന ആൾക്ക്. ആരെ വിശ്വസിക്കുന്ന ആൾക്ക് എഴുതിയതാണ്? ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ആൾക്ക്.
ആരാണ്? യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്ക് എഴുതിയ ലേഖനമാണ്, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എഴുതിയ ലേഖനമാണ്. അവർക്ക് എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ അകത്ത് ദൈവിക ജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇറ്റ് സോ സിമ്പിൾ. ആരെങ്കിലും യേശു കർത്താവിനെ വിശ്വസിച്ചാൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും യേശുവിനെ വിശ്വസിച്ചാൽ അവരിൽ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം രോഗസൗഖ്യമല്ല, അത്ഭുതങ്ങളല്ല, അതെല്ലാം എൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നയാൾക്ക് ഏറ്റവും ആദ്യം നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ നിമിഷം ഒരു ട്രാൻസ്ഫർ നടക്കും. എന്താണ് ആ ട്രാൻസ്ഫർ? അത് വളരെ സിമ്പിളാണ്. ദൈവത്തിൻ്റെ ജീവൻ ആ നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യാനായി തുടങ്ങും. നിങ്ങൾ അതിന് കൈയടിച്ചില്ല, ഒരു ആമീൻ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്തിട്ട് പറ, യേശുവിൽ വിശ്വസിക്കുന്ന ആളുടെ ഉള്ളിൽ ആദ്യം സംഭവിക്കുന്ന അത്ഭുതം, ദൈവത്തിന്റെ ജീവൻ അയാളുടെ ഉള്ളിൽ വന്ന് വസിക്കും. പറഞ്ഞാട്ടെ, ദൈവിക ജീവൻ അവരുടെ ഉള്ളിൽ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം വായിച്ചാട്ടെ. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന, തന്റെ ഏകജാതനായ പുത്രൻ ആരാണ്? യേശുവാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. പോയിരിക്കടാ, തെറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, നീ അവിടെ ഇരിക്കടാ. തന്റെ ഏകജാന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ശ്രദ്ധിച്ചോ. ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ അവൻ നശിച്ചു പോകത്തില്ല. നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അവർക്ക് നിത്യജീവൻ നൽകാൻ തക്കവണ്ണം ദൈവം സ്നേഹിച്ചു. അപ്പൊ ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചു പറയാം. ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്ന ആളിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത്, ആ വിശ്വസിച്ച നിമിഷം മുതൽ അയാളിൽ ദൈവത്തിന്റെ ജീവൻ വന്ന് വാസം ചെയ്യും. ആ ജീവൻ എന്തിനു വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ്? വേദപുസ്തകം പറയുവാണ്, ആ വിശ്വസിക്കുന്നയാൾ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ജീവൻ ദൈവം നമുക്ക് നൽകുന്നത്. ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാവോ? ഞാൻ പറഞ്ഞ വാചകം ഒന്നും കൂടെ പറയാം, നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ, അയാളിൽ എന്ത് സംഭവിക്കും? നമുക്കെല്ലാവർക്കും ജീവനുണ്ട്, പക്ഷേ ആ ജീവന് പകരം ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. കമോൺ, കൈയടിച്ചുകൊണ്ട് പറ, എൻ്റെ ഉള്ളിൽ ആരുടെ ജീവൻ വന്ന് വസിക്കും? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായിട്ട് തരുവാനുമാണ്. അപ്പൊ യേശു വന്നത് എന്തിനു വേണ്ടിയാ? ഒറ്റ വാചകത്തിൽ പറഞ്ഞ് നമുക്ക് പറയാം, യേശു വന്നതിന്റെ ഉദ്ദേശം എൻ്റെ അകത്ത് ജീവനെ തരാനാണ്. അതെങ്ങനെയാ ജീവനെ കിട്ടുന്നത്? പൈസ കൊടുക്കണോ? പാസ്റ്റർമാരോട് പ്രാർത്ഥിക്കാൻ പറയണോ? പാസ്റ്റർമാർ തലേ കൈവയ്ക്കണോ? ഒന്നും വേണ്ട. ആരെങ്കിലും യേശുവിനെ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നയാളിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന കാര്യം, അയാളിലേക്ക് ദൈവിക ജീവൻ വന്ന് വാസം ചെയ്യും. കൈയടിച്ചുകൊണ്ട് പറ, എൻ്റെ ഉള്ളിൽ ദൈവജീവനുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ടോ? അവരുടെ കാര്യങ്ങൾ ഉയർത്തി കാണിച്ചേ. അപ്പൊ നിങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഉറക്കെ പറ, നിങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്തത്? ബൈബിൾ പറയുന്നത്, ആദ്യത്തെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കേ, നിങ്ങൾ ആരും നശിക്കാതിരിക്കാനാണ് ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്തത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ നശിക്കാതിരിക്കാൻ യേശുവിൽ വിശ്വസിച്ച ആളുകളുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ കൈവിടല്ലേ, ഞാൻ നശിച്ചു പോകാൻ ഇടയാക്കല്ലേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നേ? നിങ്ങൾ എന്താ മിണ്ടാത്തെ? ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ കൈവിടല്ലേ, ഞാൻ നശിച്ചു പോകാൻ നീ ഇടയാക്കല്ലേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നേ? പക്ഷേ ബൈബിൾ പറയുന്നത്, ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്ന ആളുടെ ഉള്ളിൽ അയാൾ നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജീവൻ പകർന്നിരിക്കുന്നു എന്നാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ കൈവിടല്ലേ, ഞാൻ നശിച്ചു പോകാതിരിക്കാൻ എന്നെ പിടിച്ചോളണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും ബൈബിൾ പറയുന്നത് രണ്ട് വഴിക്കല്ലേ പോന്നെ?
ബൈബിൾ പറയുന്നു, ആരെങ്കിലും വിശ്വസിച്ചാൽ അയാൾ നശിക്കാതിരിക്കാൻ അയാളുടെ ഉള്ളിൽ ദൈവം തൻ്റെ ജീവനെ പകരും, അല്ലെങ്കിൽ പകർന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് യേശുവേ എന്നെ നശിക്കാതിരിക്കാൻ കരുതിക്കൊള്ളേനെന്നാണ്. അപ്പോൾ ദൈവം ഇനി എന്തെങ്കിലും പ്രത്യേക രീതിയിൽ നമ്മളെ കരുതുവോ? ദൈവം കൈ നീട്ടി നമ്മളെ കരുതുമോ? അതോ ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ നശിക്കത്തില്ലയോ? ഏതാ ശരി? നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? യോഹന്നാന്റെ സുവിശേഷങ്ങളിലേക്ക് തന്നെ ഒന്ന് വരാം. ഒരു അധ്യായം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. അപ്പൊ ദൈവം ജീവനെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അവർ നശിക്കാതിരിക്കാനാണ്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ജീവൻ നമുക്ക് തന്നതിന്റെ പരമ 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 പ്രധാനമായ ഉദ്ദേശം, ആ ദിവസം മുതൽ നിങ്ങളെ എന്തെല്ലാം ലോകത്തിലെ ശക്തികൾ ശ്രമിച്ചാലും നിങ്ങളെ നശിപ്പിക്കാനായി പറ്റത്തില്ല. കൈയടിച്ചില്ല നിങ്ങൾ, ആമേൻ പറഞ്ഞില്ല. എന്നിട്ട് കർത്താവ് അതിനെ വിശദീകരിക്കുക. നിങ്ങൾ നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ദൈവം എങ്ങനെയാണ് നശിക്കാതിരിക്കാൻ ദൈവം സൂക്ഷിക്കുന്നതെന്ന് പറയുക. അടുത്ത വാചകം, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും. അപ്പൊ ദൈവത്തിന്റെ അടുത്ത വാചകം പറയാം, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ആർക്കെങ്കിലും ദൈവം തന്റെ ജീവനെ പങ്കുവെച്ചാൽ ആ പങ്കുവെച്ചവരുടെ പ്രത്യേകത, ആ പങ്കുവെച്ചവർ അവരുടെ കയ്യിലാണ്, യേശുവിന്റെ കൈകളിലാണ്. നിങ്ങൾ എന്താ കൈയടിക്കാത്ത എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ വന്ന് വാസം ചെയ്യും. വാസം ചെയ്യുന്നയാൾ പിന്നീട് നശിക്കത്തില്ല. അതിന്റെ കാരണം പറയുന്നത്, ദൈവം തന്റെ ജീവനെ പകർന്നിരിക്കുന്നയാളെ തന്റെ കൈക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ കൈയടിച്ചില്ല. ആർക്കും പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റില്ല, സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകത്തില്ല, വലിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല, പിടിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല, അയാളെ എഴച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അയാളെ തോടാനൊക്കത്തില്ല. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികളുടെ അകത്ത്, യേശുവിനെ വിശ്വസിക്കുന്ന ആളുകളുടെ അകത്ത് ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ രഹസ്യം അറിയത്തില്ല, ഈ സത്യം അറിയത്തില്ല. അതുകൊണ്ട് അവരിപ്പോഴും പ്രാർത്ഥിക്കുന്നത്, യേശുവേ എന്നെ കരുതണമേ, എന്നെ തകരാതിരിക്കണം, സൂക്ഷിക്കണമേ, എന്നെ പിടിച്ചോളണേ എന്നവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത്, ആർക്കെങ്കിലും ഞാൻ എൻ്റെ ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിശ്വസിക്കുന്ന ആൾക്ക് എൻ്റെ ജീവനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ജീവൻ കൊടുത്ത ഒരാളെ പോലും ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ കൈകളാൽ പ്രൊട്ടക്ഷനിലേക്ക് വരുന്നതല്ല, പ്രൊട്ടക്റ്റഡായ സുരക്ഷിതമായ ദിവസമാണ് നീ യേശുവിൽ വിശ്വസിച്ച ദിവസം. ഹല്ലേലൂയ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയോ? നമുക്ക് ദൈവം നമ്മളെ സുരക്ഷിതമായി അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് അറിയാത്തോടത്തോളം കാലം നിങ്ങളെ പിശാചിനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കാം. എനിക്കൊരു ഭയങ്കര അറിവായിരുന്നു, എനിക്കിതൊരു ഭയങ്കര കാര്യമായിരുന്നു. ഉദാഹരണം പറയാം, ഞാൻ 22 വയസ്സ് വരെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ആളാ. പക്ഷേ എൻ്റെ പാപം മോചിക്കപ്പെടുന്നതിന് വേണ്ടി ആണ് യേശു മരിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അപ്പനും അമ്മയും നിർബന്ധിക്കും, പള്ളിയിൽ പോയിരിക്കുമായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത്. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുണ്ടായിരുന്നു. ഞങ്ങൾക്കുള്ള കർത്താവെ, ഞാൻ എഴുന്നേറ്റ് ഉണർവോടെ എൻ്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് കൃപ നൽകണമേ, വീണ്ടും ഞാൻ ഉണരുമ്പോൾ കാണാതെ എനിക്കറിയാം. കണ്ണടച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് സന്ധ്യാപ്രാർത്ഥന പള്ളിയിൽ തീർക്കും. ഞാൻ സങ്കീർത്തനങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചത് വിശ്വാസത്തിന് വേണ്ടിയിട്ടല്ല, വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വായിച്ചേ വെക്കുള്ളൂ, അതുകൊണ്ട് വായിക്കുകയാണ്. പക്ഷേ എൻ്റെ അകത്ത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്ന അറിവില്ലായിരുന്നു. അതാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ അത് പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനൊന്നില്ലായിരുന്നു. എന്നാൽ 22-ാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിലായി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, എൻ്റെ പാപങ്ങളാണ് യേശുവിൻ്റെ രക്തം കഴുകിക്കളഞ്ഞത്. ഞാനത് കേട്ട ദിവസം, യേശുവേ ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഞാൻ അനുഭവിക്കാത്ത പാപമോചനം എനിക്ക് ആ പകലുണ്ടായി. അപ്പൊ അതുവരെ ആ പാപമോചനം എനിക്ക് അനുഭവിക്കാൻ കഴിയാഞ്ഞത്
കർത്താവിന്റെ വചനം പറയുന്നത്, അതുവരെ ഞാൻ അതിനെ വിശ്വസിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യാഞ്ഞത് കൊണ്ടാണ് എനിക്ക് അനുഭവിക്കാൻ കഴിയാഞ്ഞത്. അപ്പൊ എനിക്ക് ഒരു പാപമോചനം അനുഭവിക്കാൻ പറ്റാഞ്ഞതിന്റെ കാരണം യേശു മരിക്കാത്തോണ്ടല്ല, യേശു പാപികൾക്ക് വേണ്ടി മരിക്കാഞ്ഞത് കൊണ്ടല്ല, പാപം യേശു എന്റെ മാറ്റാഞ്ഞത് കൊണ്ടല്ല, ഞാനത് വിശ്വസിച്ചിട്ട് ഞാനത് ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് എനിക്കത് അനുഭവിക്കാൻ കഴിയാഞ്ഞത്. ഇത് സെയിം വേ ഞാനും നിങ്ങളും യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ അവൻ്റെ ജീവൻ എൻ്റെ അകത്ത് വാസം ചെയ്യുകയാണ്. ആ ജീവൻ വന്ന് വാസം ചെയ്ത ദിവസം മുതൽ ദൈവം തൻ്റെ കരത്തിനകത്ത് എന്നെയും നിങ്ങളെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആർക്കും നിങ്ങളെ നശിപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും നിങ്ങളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല, ഒരു വിധത്തിൽ നിങ്ങൾ നശിച്ചു പോകത്തില്ല. പക്ഷേ അതല്ല നമ്മുടെ അകത്തുള്ളത്, ആ അറിവല്ല അകത്തുള്ളത്. ആ അറിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? കർത്താവേ, ഞാൻ സുരക്ഷിതനാണെന്നും അങ്ങയുടെ കരത്തിനകത്താണെന്നും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം മുതൽ ഞാൻ അവന്റെ സുരക്ഷിതത്തിനകത്തായേനെ. പക്ഷെ നമ്മൾ അതല്ല വിശ്വസിക്കുന്നേ, നമ്മളതല്ല വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത്, ദൈവമേ, എന്നെ കർത്താവേ, യേശുവേ, എന്നെ രക്ഷിച്ചോളണേ, എന്നെ വീഴാതെ നിർത്തിക്കോണേ, എന്നെ പിടിച്ചോളണേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ദൈവം നിങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നോ, ദൈവം നിങ്ങളെ കരുതുമെന്നോ, നിങ്ങൾ ഒരിക്കലും നശിക്കാതിരിക്കുമെന്നോ അല്ല തലയിലുള്ളത്. പകരം നിലവിളിക്കണം, കരയണം, എങ്കിൽ മാത്രമേ ദൈവം നിങ്ങളെ സൂക്ഷിക്കുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ തലയിലുള്ളത്. നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തെ? നിങ്ങളുടെ തലയിൽ എന്താ ഉള്ളത്? രണ്ടും കൂടെ ചിലർ പറയും, ദൈവം എന്നെ സൂക്ഷിക്കും ബ്രദറെ. ആ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും, കർത്താവേ, കൈപിടിച്ചോണേ, വീഴാതെ നോക്കിക്കോണേ. നിങ്ങളുടെ ആത്മാർത്ഥയിലും ചോദിച്ചേ, എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? നശിക്കാതെ എന്നെ സൂക്ഷിക്കണേ, അങ്ങനെയല്ലേ? തകരാതെ എന്നെ കരുതണേ, അങ്ങനെയല്ലേ? കണ്ടോ, ഒരെണ്ണം മിണ്ടണില്ല. കണ്ടോ, വീഴാതെ എന്നെ സൂക്ഷിക്കണേ, അങ്ങനെയല്ലേ? എന്നാ ബൈബിൾ പറയുന്നത്, വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ നിങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്നവന് മഹത്വം ഉണ്ടാകട്ടെ എന്നാ. വീഴാതെ സൂക്ഷിക്കാനാ ദൈവം വന്നത്. എന്റെ ഒപ്പത്തി ഒരു കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, യേശുവെന്ന് ഉറക്കെ വിളിച്ചേ. പക്ഷെ നമ്മുടെ അകത്തുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ പിടിച്ചോളണേ, പിടിച്ചോളണേ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർമ്മിക്കുക, ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, പാപത്തിൽ വീഴാതെ, നാശത്തിൽ വീഴാതെ എന്നെ കരുതിക്കൊള്ളണേ, കരുതിക്കൊള്ളണേ. വീഴും എന്നൊരു പേടിയായിരുന്നു എൻ്റെ ഉള്ളിൽ ഭരിച്ചിരുന്നേ. എനിക്ക് വീടില്ല എന്ന് പറയാൻ ധൈര്യമില്ലായിരുന്നു. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഈ ദിവസം ആ ദിവസങ്ങളിൽ ഒരു ദൈവവൃത്തിൻ്റെ പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറഞ്ഞു, അതേപോലെ പേടിയുള്ളയാളായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് കർത്താവ് ചെന്നൊരു ചോദ്യം ചോദിച്ചു, മോനെ, ഈ ഭൂമി എത്ര ഡിഗ്രി ചെരിഞ്ഞാ നിൽക്കുന്നത്? അവൻ പറഞ്ഞു, 23.5 ഡിഗ്രി ചെരിഞ്ഞാ നിൽക്കുന്നത്. അദ്ദേഹത്തോട് കർത്താവ് ചോദിച്ചു, അത് 24 ആയാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയാ നമ്മുടെ ഭൂമി നിൽക്കുന്നത്, ഇങ്ങനെയല്ല, ഇങ്ങനെയാ നിൽക്കുന്നത്, കുറച്ച് ചെരിവുകൊണ്ട് വിളിക്ക്. 24 ആയാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം പറഞ്ഞു, മഞ്ഞു മൂടി അത് നശിച്ചു പോവും. അത് 23 ആയാൽ എന്ത് സംഭവിക്കും? തീ പോലെ ഉരുകി ഇല്ലാതായി പോവും. അതിങ്ങനെ 23 നിൽക്കാൻ തുടങ്ങിയിട്ട് കോടാനുകൂടി വർഷമായി. പുള്ളി ഇങ്ങോട്ടും പോയിട്ടില്ല, അങ്ങോട്ടും പോയിട്ടില്ല. അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞു, എടാ മോനെ, ഇത്രയും വലിയ ഭൂമിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ ഞാൻ ഇതിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിന്നെ എങ്ങനെയാടാ എനിക്ക് സൂക്ഷിക്കാൻ പാടുള്ളത്? എൻ്റെ കണ്ണ് തുറന്ന ദിവസമായിരുന്നു അത്. എനിക്ക് മനസ്സിലായി, ഇത്രയും വലിയ ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചതിനെ ദൈവത്തിന് കരുതാമെങ്കിൽ അവൻ്റെ മോനായ, അവൻ്റെ മോളായ എന്നെ അവൻ്റെ കൈക്കുള്ളിൽ എത്രയധികമായി അവൻ സൂക്ഷിക്കാതിരിക്കും. പക്ഷെ നമ്മുടെ അകത്ത് അവൻ എന്നെ സൂക്ഷിക്കുമെന്നുള്ള മാത്രം ഉറപ്പ് ശക്തമായിട്ട് വരണം. ഇടയ്ക്ക് ദൈവമേ പിടിച്ചോളണേ എന്ന് പറയുന്നതും ദൈവമേ വീഴാതെ നോക്കിക്കൊള്ളണേ എന്ന് പറയുന്നതുമായ ചിന്ത തലേന്ന് പോണം. എന്നിട്ട് പറയണം, ഞാൻ അവൻ്റെ സുരക്ഷിതത്വത്തിനകത്താണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നേ, കൺമണി പോൽ കരുതിടും ദൂത
ദൂതന്മാരാൽ കാത്തിടും. എന്താ? കൺമണി പോൽ കരുതിയിടും. എന്നെ ദൈവം എങ്ങനെ കരുതുന്ന പറഞ്ഞേ? കൺമണി പോൽ. ബൈബിളിലെ മൂക്ക് പോലെ കരുതാമെന്നും ചെവി പോലെ കരുതാമെന്നും തലമുടി പോലെ കരുതാമെന്നും ഒന്നുമല്ല കർത്താവ് പറഞ്ഞേ. എന്താ കൺമണിയുടെ മാത്രം പ്രത്യേകത? നിങ്ങളോട് കണ്ണടയ്ക്കാൻ പറയണ്ട. ഞാൻ ഈ കൈ ഇങ്ങനെ കാണിച്ചാൽ കണ്ണറിയാതെ അടയ്ക്കും. അത് ആരോടെങ്കിലും പറഞ്ഞിട്ട് കേൾക്കുന്ന ആളല്ല, ആക്ഷൻ പറയാതെ തന്നെ ചെയ്യുന്നയാളാ. ഓ, നിങ്ങളുടെ കണ്ണ്, നിങ്ങൾ ഒരു വടി ഇങ്ങനെ വരാൻ നേരത്തെ കണ്ണടയ്ക്കണം, അല്ലെ ഇപ്പൊ കണ്ണ് കുത്തും എന്ന് ചിന്തിക്കണോ? വേണോ? നിങ്ങൾ വിചാരിക്കണേക്ക് മുമ്പ് കണ്ണടഞ്ഞിരിക്കും. കർത്താവ് പറയുക, അതിനകത്തൊരു കൃഷ്ണമണിയുണ്ട്. ആ കൃഷ്ണമണിക്ക് അത്രയും സുരക്ഷിതത്വം വെച്ചിരിക്കുന്നതാണ് ഈ പോള എന്ന് പറയുന്നത്. അതുപോലെയാ നീ എൻ്റെ കൈക്കകത്ത്. അക്രമങ്ങൾ വരില്ല എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല, പ്രശ്നങ്ങൾ വരില്ല എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ അത് നിന്റെ അടുക്ക വരുമ്പോ ഞാൻ നിന്റെ മറവിൽ സൂക്ഷിക്കുന്നില്ല. സർവശക്തന്റെ നിഴലിൻ കീഴിൽ, ഓ വിശുദ്ധനായവന്റെ ചിറകിൻ കീഴിൽ ആണ് ഞാൻ വസിക്കുന്നത്. അതുകൊണ്ട് പകൽ പറക്കുന്ന അസ്ത്രത്തെയോ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ എനിക്ക് പേടിക്കാനില്ല. ഓ, എന്റെ വശത്ത് 1000 പേര് വീഴും, എന്റെ വലതുവശത്ത് 10,000 പേര് വീഴും. ഒരാൾക്ക് ഡെങ്കി വരാം, ഒരാൾക്ക് കൊറോണ വരാം, ഒരാൾക്ക് ചിക്കൻ ഗുനിയ വരാം, ഒരാൾക്ക് പന്നിപ്പനി വരാം. പക്ഷെ അതൊന്നും എന്നെ തൊടേണ്ട കാര്യമില്ല. കൈയടിച്ചു ആമേൻ പറ. അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണും. അയൽവക്കത്തെ തോമാച്ചനും ഇപ്പുറത്തുള്ള അവർക്കും അതേ പ്രശ്നങ്ങൾ വരുന്നത് കാണാം. അതേ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലേക്കും വരാം. പക്ഷെ അതെന്നെ തൊടത്തില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എന്താ നിങ്ങൾ കൈയടിക്കാത്ത? ഒരു അനർത്ഥവും എന്നെ തൊടത്തില്ല. ഒരു ശത്രുവിനും എന്നെ തൊടാൻ കഴിയത്തില്ല. ഞാൻ അവന്റെ കൈക്കുള്ളിലാണ്. നിന്റെ ഉള്ളം കയ്യിൽ, അവന്റെ ഉള്ളം കയ്യിൽ നിന്റെ പേരെഴുതി ചേർത്തിരിക്കുകയാണ്. നീ നശിച്ചു പോകാതെ വണ്ണം അവന്റെ കൈകളിൽ നീ സുരക്ഷിതനാണ്. ആ ബോധം വരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയമാകാം. ആ ക്രിസ്തീയ ജീവിതം വിജയമാകാൻ തുടങ്ങും. ആ കൈകൾ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ചേ. ചോദ്യമൊന്ന്, നിങ്ങൾ സുരക്ഷിതനാണെന്ന ചിന്തയാണോ നിങ്ങളുടെ തലയിൽ ഭരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ സുരക്ഷിതനല്ല എന്ന ചിന്തയാണോ നിങ്ങൾ ഭരിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വീഴാതിരിക്കാനല്ലേ, നശിക്കാതിരിക്കാനല്ലേ? എങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിൽ വിശ്വസിച്ചപ്പോ നിങ്ങൾക്ക് സംഭവിച്ചതിൽ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ബൈബിൾ പറയുന്നത് യേശുവിൽ വിശ്വസിച്ച നിമിഷത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ സുരക്ഷിത വലയത്തിനകത്തേക്ക് കയറി. ഒന്ന് കൈ അടിച്ചുകൊണ്ട് പറ, ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ ഞാൻ അവന്റെ സുരക്ഷിത വലയത്തിലാണ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ അവന്റെ സുരക്ഷിത വലയത്തിലാണ്. ഒരു ബാധയും എന്നെ തൊടത്തില്ല. ഒരു ശത്രു എന്നെ തൊടത്തില്ല. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ തൊടത്തില്ല. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി തൊടത്തില്ല. ഒന്നും എന്നെ തൊടത്തില്ല. തൊടാൻ അവന് കഴിയത്തില്ല. ആ കൈ ഒന്ന് അടിച്ചോണ്ട് പറ, ഒരു അനർത്ഥവും എന്റെ കൂടാരത്തെ തൊടുകയില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, എൽ ശദായ് എന്നു പേരുള്ളവൻ. ഏതാ മോനെ വായിക്കുന്നത്? എൽ ശദായ് എന്നു പേരുള്ളവൻ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കും. അത്ഭുതമെന്നു പേരുള്ളവൻ ആനാനം മാറ്റി മാനിച്ചിടും. ഓ, അത്ഭുതമെന്നു പേരുള്ളവൻ അവമാനം മാറ്റി മാനിച്ചിടും. നിന്ദിക്കപ്പെട്ടിടത്ത് എന്നെ മാനിച്ചിടും. ഓ, നിന്ദിക്കപ്പെട്ടിടത്ത് എന്നെ മാനിച്ചിടും. അക്കരമടിച്ചേ, മാനിച്ചിടും എന്നെ ദൈവം മാനിച്ചിടും. മാനിച്ചിടും എന്നെ ദൈവം മാനിച്ചിടും. അവൻ എന്നെ വർദ്ധിപ്പിക്കും, വൈരിയേക്കാൾ ബലവാനാക്കും. ദേശത്ത് വാണിടും ഞാൻ. അവൻ എന്നെ വർദ്ധിപ്പിക്കും, വൈരിയേക്കാൾ ബലവാനാക്കും. ദേശത്ത് വാണിടും ഞാൻ. ഓ, എന്നേക്കുമാ എന്റെ മുമ്പിൽ നിന്ന് ശത്രുവെ ഓടിച്ചിടും. എന്നേക്കുമാ
സ്വരങ്ങളെ, ഞാനും നിങ്ങളും അവന്റെ സുരക്ഷിതത്തിനകത്താണ്. ക്രിസ്ത്യാനിയെ പിശാച് കളിപ്പിക്കുന്നത് എവിടെയാന്ന് പറയാം, വിശ്വാസിയെ പിശാച് കളിപ്പിക്കുന്നത് എവിടെയാന്ന് പറയാം. ദൈവമേ എന്നെ കരുതിക്കൊള്ളണേ എന്ന ഭയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന തിരിഞ്ഞുപോയി. പക്ഷെ അറിയേണ്ടത്, ഞാൻ യേശു വിശ്വസിച്ച ദിവസം എൻ്റെ അകത്ത് ദൈവം തൻ്റെ ജീവനെ തന്നത് ഞാൻ ഒരു നാളും നശിക്കാതിരിക്കാൻ വേണ്ടിയാ. ആ ജീവൻ തന്ന ദിവസം മുതൽ ഞാനും നീയും അവൻ്റെ കരത്തിനകത്താണ്. ഒരു പ്രവാചകൻ എന്നോട് ഒരിക്കൽ പ്രവചിക്കുകയാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞു, പക്ഷേ ബ്രദറെ സൂക്ഷിക്കണം. ഞാൻ ചോദിച്ചു എന്താ? ബ്രദറിൻ്റെ വണ്ടി ഒരു മരത്തിലിടിച്ച് ബ്രദർ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞു, പിശാചേ, ഞാൻ രക്തത്തിൽ കുളിച്ച് കിടക്കേണ്ട കാര്യം എന്തുവാ? നമ്മളത് കേട്ട അതിന്റെ കേൾക്കാത്ത വടി, കർത്താവേ കർത്താവേ, ഞാൻ കർത്താവേ കർത്താവേ എന്നൊന്നും വിളിച്ചില്ല. ഞാൻ എന്തിനാ അങ്ങനെ രക്തത്തിൽ കുളിച്ച് മരിക്കുന്നത്? എനിക്ക് രക്തസാക്ഷിയായി മരിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ അസുഖം വന്നോ, ആക്സിഡന്റ് വന്നോ, എനിക്ക് മരിക്കേണ്ട കാര്യം എന്തോ? ഞാൻ അവന്റെ മോനാണ്, അവന്റെ കരത്തിനകത്താണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾ രാമ്യം പറയാത്ത അനർത്ഥം നിന്റെ വീടിനെ തൊടത്തില്ല. ഒന്ന് പറ, അനർത്ഥം എന്റെ വീടിനെ തൊടത്തില്ല. ഞാൻ അവന്റെ കരത്തിന്റെ ഉള്ളിലാണ്. നിങ്ങൾ ആ കരം ഒന്ന് ഇങ്ങനെ ഉയർത്തി കാണിച്ചേ. എന്നിട്ട് പറഞ്ഞേ, ആ യേശുവിന്റെ കരത്തിൽ എന്നെ എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് അവൻ കൈ പിടിച്ചിരിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പ്രേമിക്കുന്ന പിള്ളേരൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഇപ്പൊ പ്രേമിക്കുന്ന പിള്ളേർ കയ്യിലല്ല എഴുതിക്കുന്നത്, ദേഹം മുഴുവൻ എഴുതി വെച്ചേക്കുക. പണ്ട് ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് പേനയുള്ളായിരുന്നു. ആ പേന കൊണ്ട് ഞങ്ങൾ എഴുതി വെക്കും, മറിയാമ കൈ വെച്ചിരിക്കുക. അല്ലെങ്കിൽ എം എന്നേ എഴുതത്തുള്ളൂ, മറിയാമെന്ന് എഴുതത്തില്ല. എം മടക്കി വെച്ചേക്കും. ഇന്നങ്ങനെയല്ല, അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു വെക്കുക. അതേപോലെ നിന്റെ പേരെഴുതി കർത്താവ് കൈവച്ചിട്ട് പറയുക, എന്റെ കയ്യിൽ അവന്റെ പേരെഴുതി വെച്ചേക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പുസ്തകം പറയുന്ന. ഇത് പറഞ്ഞത് ശരിയാണെങ്കിൽ നീ സുരക്ഷിതനാണ്. അടുത്തിരിക്കുന്ന രണ്ടുപേരോട് കൈ കൊടുത്തിട്ട് പറ, അനർത്ഥം എന്റെ കൂടാരത്തിൽ തൊടുകയില്ലല്ലോ. പറഞ്ഞേ, അനർത്ഥം എന്റെ കൂടാരത്തിൽ തൊടുകയില്ലല്ലോ. അനർത്ഥം എന്റെ കൂടാരത്തിൽ തൊടുകയില്ലല്ലോ. പറ, അനർത്ഥം എന്റെ കൂടാരത്തിൽ തൊടുകയില്ലല്ലോ. ഒന്ന് രണ്ട് പേരുടെ കൈ കൊടുത്ത് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് വന്നേ. അനർത്ഥം എന്റെ കൂടാരത്തിൽ തൊടുകയില്ലല്ലോ. അനർത്ഥം എന്റെ കൂടാരത്തിൽ തൊടുകയില്ലല്ലോ. ബാധ എന്റെ കൂടാരത്തെ കാണുകയില്ലല്ലോ. ബാധ എന്റെ കൂടാരത്തെ കാണുകയില്ലല്ലോ. ഓ, അനർത്ഥം എന്റെ കൂടാരത്തെ തൊടുകയില്ലല്ലോ. അനർത്ഥം എന്റെ കൂടാരത്തെ തൊടുകയില്ലല്ലോ. ബാധ എന്റെ കൂടാരത്തെ കാണുകയില്ലല്ലോ. പറ, ബാധ എന്റെ കൂടാരത്തിൽ കാണുകയില്ലല്ലോ. ബാധ എന്റെ കൂടാരത്തെ കാണത്തില്ല, അനർത്ഥം എന്റെ കൂടാരത്തെ തൊടത്തില്ല. ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. പറ, ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. അടുത്തിരിക്കുന്നവരോട് പറ, ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരം ഒന്ന് അടിച്ചിട്ട് പറ, ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. ഒരിക്കൽ കൂടെ, ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. നിങ്ങൾ എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ഈ വരിയുമായി പാടി, ഈ വരിയുമായിട്ട് പോ, വീട്ടിൽ പോ. എന്നിട്ട് പറ, ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. ഞാനവന്റെ കരങ്ങളുള്ളിൽ സുരക്ഷിതനാണേ, സുരക്ഷിതനാണേ. കൃപയാണേ, കൃപയാണേ, കൃപയാണേ. ഇത് കൃപയാണേ, കൃപയാണേ, കൃപയാണേ.
കരങ്ങളിച്ച് പറ, കൃപയാണേ, 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 ഇത് കൃപയാണേ, കൃപയാണേ, കൃപയാണേ. പ്രിയ കർത്താവേ, നിന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും തൊട്ടാട്ടെ അപ്പ. നിങ്ങൾ രോഗികളായിരിക്കുന്നു, രോഗമുള്ള ഭാഗത്തെ കൈകൾ വെച്ചാട്ടെ. യേശു നൽകുന്ന സൗഖ്യത്തെ അനുഭവിച്ചാട്ടെ. Lord, now we release a healing, Lord. ഇപ്പോൾ അങ്ങയുടെ അത്ഭുത കരങ്ങൾ ഇവരെ തൊടട്ടെ. ഇപ്പോൾ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി ഇവരെ തൊടട്ടെ. യേശുവിന്റെ കരം ഇവരെ തൊടട്ടെ. അത്ഭുത സൗഖ്യം ഇവരെ തൊടട്ടെ. Now ഇവർ കൈകൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ ശക്തി തൊടണം അപ്പ. ഇവർ കൈകൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കൈ വെച്ചിരിക്കുന്നതിന് നന്ദി അപ്പ. ഇപ്പോൾ സ്വാതന്ത്ര്യം അപ്പ, ഇപ്പോൾ സ്വാതന്ത്ര്യം അപ്പ, ഇപ്പോൾ സൗഖ്യം അപ്പ, ഇപ്പോൾ വിടുതലപ്പ. Right now in the name of Jesus. കർത്താവേ, നീ ചെയ്യുന്ന നന്മകൾക്കായി നന്ദി. ചിലരുടെ തൈറോയ്ഡ് മാറുന്ന എനിക്ക് കാണാം, ചിലരുടെ തൈറോയ്ഡ് മാറുന്നത് എനിക്ക് കാണാം, ചിലരുടെ മുഴകൾ മാറുന്നത് കാണാം. നിങ്ങൾ അടുത്ത നിങ്ങളുടെ ശരീരത്തിലെ മുഴയുള്ളവർക്ക് പരിശോധിക്കാം. ചിലരുടെ മുഴ മാറുകയാണ് ഇപ്പോ 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 ഇപ്പോ. ചിലരുടെ കാലിലെ വേരിക്കോസ് മാറുന്നത് കാണാം. ആ തടിപ്പ് അവിടുന്ന് മാറുക ഇപ്പോ. ഇനി ആ പച്ച നിറത്തിൽ കാലിൽ കിടക്കുന്ന ഞരമ്പുകൾ കാണത്തില്ല. നിങ്ങൾ സൗഖ്യമാവുക. Now receive, right now receive, right now receive. എന്നെ കാണിക്കുന്നൊരു വെളിപ്പാട്, ഈ കക്ഷത്തിന്റെ ഭാഗത്ത് തടിപ്പുള്ള ഒരാളെ എന്നെ കാണിക്കുക. കർത്താവ് അയാളെ സൗഖ്യമാക്കുന്നു, അയാളെ സൗഖ്യമാക്കുന്നു. ഉപ്പൂറ്റിയുടെ പുറകുവശം, കാലിന്റെ ഉപ്പൂറ്റിയുടെ പുറകുവശത്ത് മുഴ പോലുള്ള ഒരാളെ കർത്താവ് തൊടുന്നു. അവിടെയുള്ള ശക്തമായ വേദന മാറുന്നു. ചിലരുടെ എല്ലുകളുടെ തേയ്മാനം മാറുന്നു, എല്ലുകളുടെ തേയ്മാനം മാറുന്നു. യേശു അയാളെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലുകളുടെ തേയ്മാനം മാറുന്നു, സൗഖ്യം ഉണ്ടാകുന്നു. പ്രിയ കർത്താവേ, നീ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. ഇവർ കൈവച്ചിരിക്കുന്ന സ്ഥലമെല്ലാം സൗഖ്യമാകട്ടെ. തോളുകൾ സൗഖ്യമാകട്ടെ, കഴുത്തുകൾ സൗഖ്യമാകട്ടെ. നീ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. In Jesus' name.